നമ്മളെ CIA, MI6 എന്നൊക്കെ ഉള്ള ഇന്റലിജന്റ് ഏജൻസീസ് ഉണ്ടല്ലോ, US-ന്റെ UK-ന്റെ ഒക്കെ. US-ന്റെ CIA, UK-ന്റെ MI6, ഇന്ത്യൻ്റെത് IB. അപ്പോൾ നിങ്ങൾ ഇതില് ഈ ഏജൻസീസ് ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഒരുപാട് സ്റ്റോറീസ് നമുക്ക് കേൾക്കാം. നിങ്ങൾ അങ്ങനെ കേട്ട ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്താ? തക്കു തുടങ്ങും. തക്കൂരും തുടങ്ങാൻ സ്റ്റോറി ഓർമ്മണ്ടേ? തുടങ്ങാൻ താല്പര്യമുണ്ട്. ഒരു സ്റ്റോറി അങ്ങനെ കേട്ടില്ല. പെട്ടെന്ന് ന്യൂസ് ഉണ്ടല്ലോ ജൂലിയൻ അസാഞ്ചിന്റെ. മൂപ്പര് വിക്കിലീക്സിന്റെ വിക്കിലീക്സ് എന്ന് പറഞ്ഞൊരു ഇത് ത്രൂ കുറെ ഇതുപോലെ പബ്ലിഷ് ചെയ്തിന്. എനിക്ക് ഓർമ്മയില്ല അതിൽ എന്തൊക്കെയാന്നുള്ളത്. പക്ഷേ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാഖ് അമേരിക്ക വാർ എക്സ്പോസ് ചെയ്തു. അതിൽ കുറെ സിവിലിയൻസിനെ കൊന്ന കാര്യങ്ങൾ അയാള് എക്സ്പോസ് ചെയ്തു. ഈ വിക്കിലീക്സ് എന്ന് പറഞ്ഞാൽ അയാളെ ഇൻഡിപെൻഡന്റ് ജേർണലിസം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അയാളെ ന്യൂസ് വെബ്സൈറ്റിൽ അയാൾ പബ്ലിഷ് ചെയ്തു. അതിന്റെ കുറെ വീഡിയോസ് പബ്ലിഷ് ചെയ്തു. അയാൾക്ക് ആ റിപ്പോർട്ട് കൊടുത്തത് US പിന്നെ ആർമിയിലുള്ളൊരു സ്ത്രീയായിരുന്നു കൊടുത്തിരുന്നത്. അത് അപ്പാച്ചി ഇതില് ഹെലികോപ്റ്ററിൽ വന്നിട്ട് സിവിലിയൻസിനെ നടന്നു പോകുന്നുണ്ട്, സിവിലിയൻസിനെ വെടിവെക്കുന്ന വീഡിയോ അത് ലീക്ക് ചെയ്ത് ജൂലിയൻ അസാഞ്ചിന്റെ ന്യൂസ് മീഡിയയാണ് ലീക്ക് ചെയ്ത്. എന്നിട്ട് അയാൾ എത്രയോ വർഷം ജയിലിലായി. എന്തായിരുന്നു ചാർജസ് എന്ത് ഈ പിന്നെ അല്ല അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ കൺട്രീസിലൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ പൊളിറ്റിക്കൽ കൺട്രീസിലൊക്കെ ഇവരുടെ കുറേ മിലിറ്ററി ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിതൊരു ത്രെട്ടാണ്. കാരണം ഇയാൾ ഇതുപോലത്തെ US-ന്റെ ഓരോ കാര്യങ്ങൾ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞിട്ടാണ് അവർ ബേസിക്കലി ജയിലിലടച്ചത്. അത് പറഞ്ഞിട്ടാണ് UK-ൽ ജയിലിലിട്ടത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ജോയിന്റ് ഓപ്പറേഷൻ ചെയ്യുന്നല്ലോ ഇവിടെ, പിന്നെ ഇറാഖില് UK, US, ഓസ്ട്രേലിയ, പോളണ്ട് ഒക്കെ. അപ്പോ അങ്ങനെയാണ് അയാളെ ജയിലിലിട്ടത്. CIA-ന്റെ കുറെ കൺസ്പിറസീസ് വരുന്നത് പിന്നെ 9/11 റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. 9/11 CIA ചെയ്തു എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. എന്തുണ്ടെങ്കിലും ഇവരൊക്കെ പറയാം CIA അത്രയും ക്യാപ്പബിൾ ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നുള്ളതാണ് ആൾക്കാർ കുറെ വിശ്വസിക്കുന്നത്. അങ്ങനെ പാരിസ് കേട്ട എന്തെങ്കിലും ഉണ്ടോ? 9/11 പറ്റിയിട്ട് തന്നെ ഒന്നുകൂടി എലാബറേറ്റ് ചെയ്യേ, എന്തുകൊണ്ടാണത്? ഞാൻ റീസെൻ്റ്ലി ഒരു എക്സിലൊരു കാര്യം വായിച്ചു. ഇപ്പോൾ സൗദി $1 പിന്മാറിയല്ലോ. അപ്പോൾ ഒരാളൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുകയാണ്, 9/11 ചെയ്തിട്ടുള്ള ആളുകളിൽ 21 ആളോളം സൗദി റൂട്ട്സ് ഉള്ള ആളുകളായിരുന്നു. മനസ്സിലായോ? അങ്ങനെ അതുണ്ടെന്നോ? ശരിയാണോ? അങ്ങനെ സംഭവം സൗദി റൂട്ട്സ് ഉള്ള ആളുകളാണെന്ന് ചോദിക്കാൻ കാരണം ഇപ്പൊ ബില്ലാദൻ സൗദി റൂട്ടല്ലേ? ബില്ലാദൻ സൗദി റൂട്ടാണ്. പിന്നെ ഇതൊക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര വിറ്റായ സംഭവം ഉണ്ട്. ഈ നടന്നപ്പോ ആ ബിൽഡിംഗ് ഒക്കെ കത്തി അതിന്റെ സ്റ്റീല് വരെ കണ്ടിട്ട് പോലെ അതിന്റെ ഈ പാസഞ്ചർ സോറി ആ ഹൈജാക്ക് ചെയ്ത ആൾക്കാരെ പാസ്പോർട്ട് അതിന്റെ ഉള്ളിൽ കിട്ടി. അതും അതാണ് ആൾക്കാരെ ചിന്തിപ്പിച്ചപ്പോ. ഞാൻ ഈ 9/11 കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോ ഓരോ ഇയറിലും ഓരോ പുതിയ തിയറീസ് വരുന്നുണ്ട്. ലൈക് ഇതിന്റെ കുറെ ഡോട്ട്സ് കണക്ട് ആക്കിയിട്ടൊക്കെ. 9/11 നടക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ് ഒരു മൂവി റിലീസായിരുന്നു. മൂവിയുടെ നെയിം ഞാൻ ഓർക്കുന്നില്ല. അതിൽ ആ ആക്ടർ ഒരു പിന്നെ കാര്യം പറയുന്നുണ്ട് കണക്ട് ചെയ്തിട്ട് 9ഉം 11ഉം വെച്ചിട്ട് നമ്പേഴ്സ് കുറെ ഉണ്ട്. സിംപ്സൺസിലുണ്ട്. അവിടെ ഒരു ചെറിയൊരു ഇതുണ്ടാവുന്ന കസേര വീഴുന്ന അങ്ങനത്തെ ഒരു സീനൊക്കെ. ഇതിപ്പോ എന്താ പറയാ, ഇങ്ങനത്തെ എന്ത് ടോക്സ് ഉണ്ടായി കഴിഞ്ഞാലും US ഗവൺമെന്റ് ഇമ്മീഡിയറ്റ്ലി അത് സൈലൻസ് ചെയ്യാൻ നോക്കും. നമുക്കൊന്ന് എങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ പ്രൂഫ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാന്. ഇപ്പൊ ഇത്രക്കും വലിയ നമുക്ക് ഒരുപാട് എവിഡൻസ് ഉണ്ട് ഇത് ഒരു ഇൻസൈഡ് ജോബാണ് സജസ്റ്റ് ചെയ്യാൻ മാതിരി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരത്തെ പാസ്പോർട്ട് അതേപോലെ തന്നെ കിട്ടിയത് അത്രക്കും ഒരു, അതായത് സ്റ്റീല് വരെ കത്തിയ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് പാസ്പോർട്ട്, അത് ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ ഇതുണ്ടല്ലോ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടാവുന്ന ബ്ലാക്ക് ബോക്സ് ഉണ്ട്. അതായത് എന്തെങ്കിലും ക്രാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സ് ആണ്. അതിന്റെ എല്ലാ റെക്കോർഡിങ്സും അപ്പ് ഉണ്ടായ പാസഞ്ചേഴ്സ് റെക്കോർഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് അത് കാണാനില്ല. അത് തകർന്നു പോയി എന്നാ പറയുന്നത്. ആലോചിച്ച് നോക്കണം. അതായത് എത്ര ടെമ്പറേച്ചറിലും എത്ര പ്രഷറിലും പിടിച്ചു നിൽക്കാൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ബോക്സ് ആണിത് ഏത് ഫ്ലൈറ്റിൽ ഉണ്ടാവണത്. അതുകൊണ്ട് ഒരു ക്രാഷ് എങ്ങനെ ഉണ്ടായത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളിങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ജെറ്റ് ഫ്യൂലിന് ഒരിക്കലും ഒരു സ്റ്റീലിനെ മെൽറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റൂല.
അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പല എവിഡൻസ് ഉണ്ട് ഇത് സജസ്റ്റ് ചെയ്യാന്. അതേപോലെ തന്നെ ഈ സംഭവം നടന്നപ്പോ ഇതുണ്ടല്ലോ പെന്റഗണില് ഒരു ഫ്ലൈറ്റ് വന്ന് പെന്റഗണിലാണല്ലോ ഇതായത്, അവിടെയാണല്ലോ വന്ന് വീണ ആക്സിഡന്റ്. അപ്പോ ആ ഫ്ലൈറ്റിന്റെ ഒരു ഫോട്ടോ ആൾക്കാർ കിട്ടിയിട്ടില്ല. അവിടെ ഒരു അങ്ങനെ ഒരു ഫ്ലൈറ്റിന് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അവര് USA ക്ലെയിം ചെയ്യുന്ന അവിടെ ഫ്ലൈറ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ്. പക്ഷെ വേറൊരു സാധനം പുറത്തു വന്നിട്ടില്ല. നമ്മള് ഈ ട്രേഡ് സെന്ററിൽ വന്ന് ഹിറ്റ് ചെയ്ത കുറെ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഇതിന്റെ ഒരു ഫോട്ടോ നമുക്ക് കിട്ടില്ല. ജസ്റ്റ് അവിടെ ഫയർഫോഴ്സും ഒക്കെ എല്ലാം വന്നിട്ടുള്ള വെള്ളടിക്കുന്നതും പിന്നെ ഒരു ജസ്റ്റ് ഒരു ഇതുണ്ടായതൊക്കെ പൊട്ടിത്തെറി ഉണ്ടായൊരു ഇതൊക്കെ കാണാം. പക്ഷെ ഒരു ഫ്ലൈറ്റ് അത്രയും വലിയ ഫ്ലൈറ്റ് വന്നിടാകുമ്പോൾ ഒരു ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു വിങ്ങെങ്കിലും അവിടെ കാണണ്ടേ ഫ്ലൈറ്റിന്റെ, അതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് എലീറ്റ്സും അതുപോലത്തെ വലിയ VIP ഒന്നും ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നില്ല. കറക്റ്റ് ആ ടൈമിൽ ഇവാക്യുവേറ്റഡ്. അതങ്ങനെ തിയറീസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരാള് ഇൻഷുറൻസ് എടുത്ത ആ ബിൽഡിംഗ് മേടിച്ചതിന്റെ ഇൻഷുറൻസ് എടുത്തൊരു കഥ ഉണ്ട് ഈ ട്രേഡ് സെന്ററിന്റെ. അത് വേറൊരു അല്ല, അതേപോലെ തന്നെ നെതന്യാഹുവിന്റെ ഒരു പ്രീവിയസ് ഇന്റർവ്യൂല് പുള്ളി ഇത് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. 9/11 അറ്റാക്കിന്റെ വേൾഡ് ട്രേഡ് സെന്റർ ഇങ്ങനെ ഇസ്ലാമിക് ടെററിസ്റ്റുമായി ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുള്ളത്. മീൻസ് ഈ ഇത് നടക്കുന്നതിന്റെ 6 വർഷം മുമ്പെങ്ങാണ്ട് പുള്ളി കൊടുത്തൊരു ഇന്റർവ്യൂല് പുള്ളി പറയുന്നുണ്ട്. പുള്ളി ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കൂട്ടത്തിൽ പറയുന്നതാണ് ഇങ്ങനെ ഇസ്ലാമിക് ടെററിസ്റ്റുകൾ ഇത് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ 6 വർഷം മുമ്പ്. ആ ഇന്റർവ്യൂ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ബില്ലാദിന്റെ കാര്യം പറഞ്ഞു. ബില്ലാദിന്റെ 4th എൽഡസ്റ്റ് സൺ ആണ്. അപ്പോ അയാള് പാരീസിലാണ്, പാരീസ് ബേസ്ഡ് ആണ്. ഒമർ ബില്ലാദ് എന്ന് പറഞ്ഞിട്ട് കണ്ട ലൈക്ക് ഒരു പോപ്പ് സിംഗറൊക്കെ പോലെ മുടിയൊക്കെ, ഒരു ബാൻഡ് സിംഗറെ പോലെ മുടിയൊക്കെ വളർത്തിയിട്ട്, പിന്നെ പുള്ളിക്കാരൻ ഒരു ആർട്ടിസ്റ്റാണ്, നല്ല ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്ന നല്ലൊരു ആർട്ടിസ്റ്റാണ്. അയാള് പാരീസ് ബേസ്ഡ് ആണ്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും അയാൾക്കൊക്കെ എത്രമാത്രം എയർപോർട്ട് ചെക്കിങ് നടക്കുന്നുണ്ടാവും. ഒരു എയർപോർട്ട് ഒമർ ബില്ലാദ് എന്ന അയാളെ പേര്. ഫ്രഞ്ചിൽ തന്നെ അയാള് പിന്നെ ഫ്രാൻസ് സെറ്റിൽഡാണ്. ഈ ബില്ലാദൻ കമ്പനി പറഞ്ഞ ബില്ലാദൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ റിച്ച് ആണ് അല്ലേ. അപ്പൊ നിങ്ങൾ ഈ CIA കോൺസ്പിറസി ഫസ്റ്റ് ചോദിച്ചില്ല. അതിൽ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇടക്കിടക്ക് ടിക്ടോക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമുണ്ട്. അതായത് ഈ ഒട്ടുമിക്ക ഈ കുറച്ച് ഫേമസ് ആയിട്ട് ആൾക്കാരുണ്ട്. ഇപ്പോൾ കാന്യെ വെസ്റ്റ്, അതേപോലെ നിക്കി മിനാജ്, അതേപോലെ നമ്മളെ ബൈഡന്, ഇവരെല്ലാം ക്ലോൺഡാണ്, ഇവരൊന്നും ഒറിജിനൽ അല്ല എന്നും പറഞ്ഞിട്ട് ഒരുപാട് പ്രൂഫ് വെച്ചിട്ടുള്ള വീഡിയോസ്. അതായത് ഇവരുടെ മൂവ്മെൻറ്റ്സ്, അതേപോലെ ഇപ്പോൾ ബൈഡൻ്റെ കേസിൽ ഞാൻ കണ്ടൊരു വീഡിയോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈഡൻ്റെ ചെവിൻ്റെ ഇതിങ്ങനെ ഇവിടെ ബെൻഡ് ഉണ്ടല്ലോ, അതിൽ ചില വീഡിയോയിൽ ഈ ചെവി ഇവിടെ ഇങ്ങനെ ക്ലോസ്ഡ് ആണ്, അതായത് ഈ ഏരിയ ഇങ്ങനെ ക്ലോസ്ഡ് ആണ്. പക്ഷെ ചില വീഡിയോയിൽ ചെവി ഇങ്ങനെ വളഞ്ഞിട്ടാണ്, ബെൻഡാണ്, നമ്മളെ പോലെ ഇങ്ങനെ തൂങ്ങി എടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ പല പ്രൂഫുകൾ വെച്ചിട്ട് അവരുടെ ആക്ഷൻസ്, മൂവ്മെൻറ്റ്. പിന്നെ എന്നാളെ എവിടെ ഒരു എന്തോ ഒരു G8 അങ്ങനെ എന്തോ ഒരു മീറ്റിങ്ങിൻ്റെ സമയത്ത് ഈ എന്തോ പ്രാവുകൾ അങ്ങനെ ബൈഡൻ ഇങ്ങനെ ഒന്നും അറിയാതെ ഇങ്ങനെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് ഒരാൾ സെക്യൂരിറ്റി ഗാർഡ് എന്താ വന്നിട്ട് അയാൾ വന്നിട്ട് ഇങ്ങനെ കൂട്ടത്തിൽ ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പല പ്രൂഫുകൾ വെച്ചിട്ട് കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നും ഇത് ശരിയാണല്ലേ ഈ പറയുന്നത്, ഇത് ശരിക്കും കോൺസ്പിറസി തിയറി അല്ല, പക്ഷേ റിയൽ ആണ്, ഇത് ശരിക്കും ഇവരൊക്കെ ഇങ്ങനെ ക്ലോൺഡ് ആണോ എന്ന് തോന്നിപ്പോവും ചില സമയത്തിൽ ഓരോ ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ. ലൈക്ക് ഒരു ഹ്യൂമൻ ലൈക്ക് ബിഹേവിയറോ അല്ലെങ്കിൽ ഹ്യൂമൻ ലൈക്ക് എക്സ്പ്രഷൻസോ അല്ല ഇങ്ങനത്തെ ഈ പ്രൂഫിക്കൽ വീഡിയോസിൽ വരുന്ന സംഭവം. ഇപ്പൊ അടുത്ത് ട്രംപും ബൈഡന്റെ ഡിബേറ്റ് ഉണ്ടല്ലോ, വൻ പരാജയമായി പോയില്ലേ ബൈഡന്. അതിനുശേഷം ഡെമോക്രാറ്റ്സ് അയാളെ റീപ്ലേസ് ചെയ്യുന്നതിനെ പറ്റി വരെ ആലോചിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ കേട്ട്. ഒന്നാമത് ട്രംപിന് നല്ല അല്ല, ബൈഡന് ഭയങ്കര നിങ്ങൾ പറഞ്ഞ പോലെ ഭയങ്കര ഏജ് ആയി. കാരണം ആ ഡിബേറ്റിന്റെ ഇടയ്ക്ക് സംസാരിക്കണ പല കാര്യങ്ങളും ഇന്നോഡിബിൾ ആയിരുന്നു. അത് ട്രംപ് നല്ല രീതിക്ക് മുതലെടുത്ത് ആളങ്ങോട്ട് ഊക്കി വിട്ട്. ട്രംപ് ഉപയോഗിക്കുന്നത് എക്സോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അല്ല കൂടുതൽ. ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതില് നല്ലൊരു ഷെയർ ട്രംപിന് തന്നെ ഉണ്ട്. അതില് ഇടക്കിടക്ക് ഇയാളെ ഇട്ട് ട്രോളര അയാൾക്ക് പണി. നല്ല ഇയാളായിട്ട് ട്രോൾ ചെയ്തിട്ടുള്ള ഓരോ വീഡിയോസ് ആക്കും ട്രംപ്. അങ്ങനെയാണ് ഈ CIA അങ്ങനെ കുറെ കഥകളുണ്ട്. ഈ MI6 കഥ പറയുമ്പോ പ്രിൻസസ് ഡയാനയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് നല്ലൊരു വിഭാഗം ആൾക്കാർ, നല്ലൊരു എന്താ പറയാ വിശ്വസിക്കുന്നുണ്ട് അതൊരു പിന്നെ കൊലപാതകമാണെന്നുള്ളത്. അപ്പോ അതിന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഇപ്പോൾ ഡോഡി അൽ ഫൈദ് പറഞ്ഞ ഒരാളായിട്ടായിരുന്നു ഡയാന പ്രണയത്തിൽ ആ ടൈമിൽ. ഡയാനക്കന്ന് 36 വയസ്സ്, ഇയാൾക്കന്ന് 40 കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ ഡോഡിയുടെ അച്ഛൻ എന്ന് പറഞ്ഞത് ഒരു ഈജിപ്ഷ്യൻ ബില്യണയർ ആയിരുന്നു. അയാളുടെ ഫുൾഹാം ഇല്ലേ, ഫുൾഹാം ഫുട്ബോൾ ക്ലബ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അയാളുടെ. വേറെ വലിയൊരു ബ്രാൻഡൊക്കെ ഉണ്ട് അയാൾക്ക്. അപ്പോൾ ഈ ഡയാനി ഇയാളും പ്രണയത്തിലായി, ഡോഡി. അങ്ങനെ ഇവര് പാരീസിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അങ്ങനെ ഇവർ മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ട് ഈ മുഹമ്മദ് അൽ ഫൈദ് ഇയാളെ ഡോഡിയുടെ ഉപ്പാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളിതൊരു മർഡറാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, തീർച്ചയായും നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. അപ്പൊ എന്താണ് മെയിൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഈ ഡോഡി ഈ അടുത്ത് വരുന്ന രാജകുമാരൻ ഡോഡിക്ക് ഡയാനിയിൽ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ഈജിപ്ഷ്യൻ മുസ്ലിമായ ഒരാളെ കുട്ടിയായി മാറും എന്നുള്ള ഭയം ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ MI6 ഇൻവോൾവ്മെന്റ് ഈ കൊലപാതകത്തിൽ വലുതാണെന്ന് അയാൾ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ അയാൾ ഇത്രയും ഈ ഒരു 20 വർഷത്തിന്റെ മുകളില് ഡോഡിയും ഡയാനിയൊക്കെ സ്പെൻഡ് ചെയ്ത ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ അപ്പാർട്ട്മെന്റിൽ ഒരു ചെയർ പോലും നീക്കാതെ ഒരു മാറ്റം വരുത്താതെ അതേപോലെ കീപ്പ് ചെയ്തു. അതിലോട്ട് ആർക്കും അങ്ങനെ പ്രവേശിക്കാൻ പറ്റില്ല. ഇയാൾ അവിടെ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും, ഒന്നും വരുത്തിയില്ല, ഒരു ചേഞ്ചും വരുത്തിയില്ല. അങ്ങനെ കീപ്പ് ചെയ്ത് എന്തിനാ അറിയാം, മോന്റെ ഓർമ്മക്ക്, മോൻ കണ്ടെന്നുള്ളൊരു ഓർമ്മക്ക് വേണ്ടിയിട്ട്. അയാളൊരു ബില്യണയറാണ്, അയാൾക്ക് ചെയ്യാം അങ്ങനെ ഓർമ്മക്ക് വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടതായിരുന്നു. ഇനി ഫാരിസ് പറയാ ഈ CIA-ന്റെ MI6 ഒക്കെ കൺസ്പിറസീസ്. മനസ്സിലേക്ക് വന്നപ്പോ 9/11 തന്നെ ഉള്ളൂ. 9/11 വേറെ ഒന്നും ഒന്നില്ല. ഞാൻ കഴിഞ്ഞോട്ടെ, നിങ്ങള് മോണോലിത്ത് കേട്ടണോ? മോണോലിത്ത് ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലേ മോണോലിത്ത്? അത് ശരിക്ക് പല സ്ഥലത്തും 23 ഒരു സ്റ്റീൽ സ്ട്രക്ചർ, ഒരു സ്റ്റീൽ പോലത്തെ സ്ട്രക്ചർ. അതെ. അത് ഏകദേശം 23 മോഡലിൽ നിന്ന് മൊത്തം വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. പക്ഷെ അത് എന്താണ് ഏതാണെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ അത് വേൾഡിന്റെ പല ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഒരു ടീമോ ഇങ്ങനെ കൊടുന്ന് വെക്കുന്ന എത്ര പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. അതിന്റെ പിന്നിൽ ഇപ്പോഴത് ചുരുളയാത്ത രസം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് എന്താണെന്നുള്ളത് ഇപ്പൊ ഇതേപോലെ തന്നെ ക്രോപ്പ് സർക്കിൾസിനെ പറ്റി കുറെ പറഞ്ഞു. പക്ഷെ ക്രോപ്പ് സർക്കിൾസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഏജൻസീസ് ഉണ്ട്. പിന്നെ പക്ഷെ അതാണ്. അപ്പൊ അത് എനിക്കിപ്പോഴും, പക്ഷെ ഇതിപ്പോഴും പ്രൂവ് ചെയ്തിട്ടില്ല മോണോലിത്ത് എന്താണ് സംഭവം, എങ്ങനെ ഏതാന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഈ നമ്മളെ ഇവിടെ ഒരു ഏലിയൻ ക്രിയേച്ചറിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അവന്റെ മുട്ടയാണെന്നൊക്കെ പറയണ്ട്. അത് കേരളത്തിലോ? കേരളത്തിൽ കുറെ ഏലിയൻ ബേസ്ഡ് വീഡിയോസ് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് നല്ല ആൾക്കാരില്ലേ, നമ്മള് കുറെ ഏലിയൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്ത് AI വെച്ച് ഏലിയൻസിനെ വെച്ച് പറഞ്ഞു എല്ലാം നമുക്ക് ഷെയർ ചെയ്ത് തരും. അപ്പൊ ഒരുവിധം നമുക്കിപ്പോ എലൺ മസ്ക് ഒറിയോന്റെ പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒറിയോ കറക്റ്റ് ആയ വീഡിയോ ആണ്, പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്ത് തന്ന ഒരു വീഡിയോ ആണ് എലൺ മസ്ക് ഒറിയോനെ കുറിച്ച് സംസാരിക്കുന്നത്. അതില് കുറെ സിമ്പിൾസും ഫ്രീമേസൺസിന്റെ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടല്ലേ കണ്ടത്. ആ അക്കൗണ്ടിന്റെ യൂസർ നെയിമിൽ തന്നെ AI ഉണ്ട്, പക്ഷെ ആൾക്കാരെ ശ്രദ്ധിക്കില്ല. അതേപോലെ തന്നെ കടലിലെ ഓരോ ക്രിയേച്ചറൊക്കെ AI ഉപയോഗിച്ചുണ്ടാക്കിയത്, ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ സെൻഡ് ചെയ്ത് തരും. അപ്പൊ ഞാന് നല്ല ഇൻട്രസ്റ്റിംഗ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ അടുത്തൊരു പയ്യൻ നിലമ്പൂര് ഒരു UFO കണ്ടു പറഞ്ഞിട്ട് അവൻ എനിക്കൊരു പിക്ചർ അയച്ചെന്ന്. ഞാൻ ചോദിച്ചു അവന്റെ അടുത്ത്, എന്നിട്ട് നിനക്ക് ഞാൻ വേറെ പിക്ചർ കാണിക്കാറുണ്ട്. പക്ഷെ അവന്റെ അടുത്ത് വേറെ പിക്ചർ ഇല്ല, അവടുത്ത ഫോണില്ല. എന്നിട്ട് ക്ലിയർ ചെയ്യുന്നോ? അതൊരു മേഘം പോലെ നമ്മളെ പേടകത്തിന്റെ ഒരു ഷേപ്പിലൊരു സാധനം. അങ്ങനെ മേഘത്തുമ്പോ ആകാശത്തിലോട്ട് നോക്കി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കുറെ ആൾക്കാർക്ക് കൺഫ്യൂസ്ഡ് ആവുന്നത് എന്താ പറയുക, സാറ്റലൈറ്റ്സ് കാണുമ്പോൾ ആൾക്കാർ ഇത് മൂവ് ചെയ്യല്ല. സാറ്റലൈറ്റ്സ് അത് എന്ത് ഒരു ഡിഫറെന്റ് ക്രിയേച്ചർ ആണെന്ന് വിചാരിച്ചിട്ട് കുറെ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. സാറ്റലൈറ്റ്സ് നമ്മൾ ഇടക്കിടക്ക് കാണും ഇങ്ങനെ പോകുന്നത്. അപ്പൊ അതില് കുറെ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. പിന്നെ അതന്നെ വേറെ. പിന്നെ നിങ്ങൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒരു എന്താ സ്കാം ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പാർസേ, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം?
ക്ലൈമറ്റ് ചേഞ്ചിന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സീ ലെവൽസ് ഒക്കെ കൂടുന്നത് അത് പ്രൂവൺ ആണ്. ശരിക്കും ഇല്ല തന്നെയാണ്. അതായത് ഈ അന്റാർട്ടിക്കയിലെ ഐസ് മെൽറ്റ് ചെയ്യണതും അതൊക്കെ ഉള്ളത് തന്നെയാണ് അതില്. അതായത് സീ ലെവൽസ് കൂടുന്നത് വളരെ എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ യെസ് ക്ലൈമറ്റ് ചേഞ്ച് ഇസ്. പക്ഷെ ചിലപ്പോൾ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നുണ്ടാകും, അറിയില്ല ഗ്ലോബൽ ഇപ്പൊ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു, ഇത്രയും മാനുഫാക്ചറിങ് കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ഗ്ലോബൽ വാർമിങ്ങും സ്വാഭാവികമായിട്ടും കൂടുന്നുണ്ട്. അതേപോലെ തന്നെ പറയുന്നതാണ് ഇപ്പോൾ ഈ CFCs ക്ലോറോഫ്ലോർ കാർബൺ ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യുന്ന CFCs ഉണ്ട്. ഇതൊക്കെ വെഹിക്കിൾസിൽ നിന്ന് എമിറ്റ് ചെയ്യണതാണ്. അപ്പൊ കാലങ്ങളായിട്ട് വണ്ടികളുടെ ഉപയോഗം കാര്യങ്ങളൊക്കെ കൂടി വരികയാണ്, മാനുഫാക്ചറിങ് കാര്യങ്ങളും ഇത് എക്സ്പൊണൻഷ്യലി ഗ്രോ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഗ്യാസ് ഇത് പുറത്തുന്ന സമയത്ത് ഗ്ലോബൽ വാർമിങ്ങും അതിനോടൊപ്പം തന്നെ കൂടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഐസ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ക്ലൈമറ്റിക് ചേഞ്ച് ഉള്ളത് തന്നെയാണ്. അതൊരിക്കലും ഒരു ഇങ്ങനെ ആരും ഒരു അജണ്ട പോലെ പുഷ് ചെയ്യുന്ന സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഒരിക്കലും അല്ല. അതല്ലാന്ന് ഞാൻ പറയുള്ളൂ. ലിയോനാർഡോ ഡികാപ്രിയോ ഉണ്ടല്ലോ, പുള്ളിക്കാരന് ആദ്യമായിട്ട് ഫസ്റ്റ് ഓസ്കർ കിട്ടിയ, ഫസ്റ്റ് അല്ല ആകെ ഒരു ഓസ്കർ കിട്ടിയിട്ടുള്ളൂ, റെവനന്റിനാണല്ലോ കിട്ടിയത്. അത് ഷൂട്ട് ചെയ്യാൻ തന്നെ ഒരുപാട് പാടുപെട്ടെന്ന് പറഞ്ഞു. ഓസ്കാറിന്റെ സ്പീച്ചിൽ പറഞ്ഞ കാര്യമാണ് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് റിയൽ. അവർക്ക് ഒരുപാട്, അതായത് ഒരു മഞ്ഞ് കണ്ടെത്താൻ, സ്നോ കണ്ടെത്താൻ തന്നെ അവർ ഒരുപാട് ഇങ്ങനത്തെ യാത്ര ചെയ്യേണ്ടി വന്നെങ്കിൽ ഈ മൂവി വൃത്തിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഭയങ്കര ഒരു അംബാസിഡർ ആണല്ലോ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ലിയോനാർഡോ ഡികാപ്രിയോ. എന്താ പ്രശ്നം എന്നറിയോ, ഒരുപാട് ആൾക്കാർ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അംബാസിഡേഴ്സും ആക്ടിവിസ്റ്റും ഇതിനെ കുറിച്ച് ഉപദേശം തരുന്നവരൊക്കെ ഉണ്ട്, ഇതിനെ കുറിച്ച് സ്പീച്ച് ചെയ്യുന്നത്. ഒരുവിധം സെലിബ്രിറ്റീസ് ഒക്കെ ഇത് ചെയ്യും. ഇപ്പൊ കിം കാർഡാഷിയാൻ, പുള്ളിക്കാരത്തിക്ക് ഒരു ചീസ് കേക്ക് നല്ല ഇഷ്ടമായിരുന്നു പാരീസിൽ. അവിടെ ഹോട്ടൽ കോസ്റ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലില് ഒരു യുണീക്ക് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസ് കേക്ക്, ഭയങ്കര ഹൈപ്പുള്ള ഒരു കേക്കാണ്. അതെ. അപ്പൊ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ലോസ് ഏഞ്ചൽസിൽ നിന്ന് പാരീസ് വരെ 10 മണിക്കൂർ 46 മിനിറ്റ് കൊടുക്കുന്ന ഫ്ലൈറ്റില്, പ്രൈവറ്റ് ഫ്ലൈറ്റ് എടുത്തിട്ട് ജെറ്റ് ഫ്യൂവൽ അത്രയും ബേൺ ചെയ്തിട്ട് അവര് പോയിട്ട് ആ ചീസ് കേക്ക് കഴിച്ചു വരും. എന്നിട്ട് അവര് നമ്മളോട് പറയും ക്ലൈമറ്റ് ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്, പ്ലാസ്റ്റിക് സ്ട്രോ ഉപയോഗിക്കരുത്, നേരെ പേപ്പർ സ്ട്രോ ആക്കണം. പേപ്പർ സ്ട്രോ ഉപയോഗിക്കും. അവരെന്ത് ചെയ്യും, അത്രയും ജെറ്റ് ഫ്യൂവൽ കത്തിച്ച് കണ്ടിട്ട് ചീസ് കേക്ക് മേടിക്കാൻ പോകുന്നുണ്ട്. ചിലപ്പോ അവര് ജസ്റ്റ് പപ്പറ്റ്സ് ആയിരിക്കും, അവരെ കൺട്രോൾ ചെയ്യണം, അവരെ പിന്നിലുള്ള ആൾക്കാരുടെ ഒരു പപ്പറ്റ്സ്. അതായത് അവർക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു അജണ്ട പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഇതുപോലത്തെ വലിയ സെലിബ്രിറ്റീസിനെ കണ്ടിട്ട് അവർക്ക് ഹ്യൂജ് എമൗണ്ട്സ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അവരാ കാര്യം പുഷ് ചെയ്യും. ഇപ്പൊ മറ്റേ ഹോക്കിൻ ഫിനിക്സിലെ ജോക്കറിന് ഓസ്കർ കിട്ടിയ പുള്ളിക്കാരൻ പറഞ്ഞ ഇതേപോലെ വീഗനിസത്തിനെ പറ്റിയിട്ടായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞ ഓസ്കർ സ്പീച്ചില്. അപ്പൊ അതുപോലെ ഓരോരുത്തരുടെ അജൻഡാസ് പുഷ് ചെയ്യേണ്ടി ചിലപ്പോൾ സെലിബ്രിറ്റീസിനെ യൂസ് ചെയ്യണതായിരിക്കാം. പക്ഷെ ഇതിന്റെ പിറകിൽ വർക്ക് ചെയ്യുന്നവരും ലൈക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പൊ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം തോന്നിയത്, കോവിഡിന്റെ ടൈമിൽ നമ്മളൊക്കെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്ത് വീടിന്റെ ഉള്ളിൽ അടച്ചിട്ട് ഹെൽത്തി ആക്കാൻ വേണ്ടിട്ട് നമ്മൾ ഹെൽത്തി ബീയിങ്സ് ആയിരിക്കണം വീട്ടിന്റെ ഉള്ളിൽ നിന്നുള്ളതുകൊണ്ടാണ് ആ ഒരു സ്ട്രാറ്റജി അവര് വെച്ചത്. അവര് ഓപ്പൺ ആക്കിയതെന്താ, ഫാസ്റ്റ് ഫുഡ്സ്, മക്ഡൊണാൾഡ്സ്, KFC ഇതൊക്കെ ഓപ്പൺ, ജിംസ് ഒക്കെ ക്ലോസ്ഡ്. അങ്ങനെ പറയാമല്ലോ, അത് ആൾക്കാരുടെ മനസ്സിലാക്കുക. എന്നിട്ട് US-ൽ ഒരു ഫാസ്റ്റ് ഫുഡ് എവിടെയാണ് ഇപ്പൊ ഓപ്പൺ ആക്കിയിരുന്നത്? നമ്മളിവിടെയൊക്കെ ഫാസ്റ്റ് ഫുഡ് അല്ല ഡെലിവറി ഓപ്പൺ ആയിരുന്നു. പക്ഷെ അവിടെ പോയി ഇങ്ങനെ ചിന്തിച്ചു നോക്ക്, നമ്മളെ ഹെൽത്തി ആക്കി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് ചെയ്തത്. ജിംസ് ക്ലോസ് ചെയ്തത്, ജിമ്മിലോട്ട് നമുക്ക് പോകാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അന്നാണ് ഞാൻ പറയുമ്പോ അന്നാണല്ലോ ഓൺലൈൻ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ബൂമായതും പേഴ്സണൽ ട്രെയിനിങ്ങും പരിപാടികളൊക്കെ ഒന്ന് ആൾക്കാര് വീട്ടിലിരുന്നിട്ടുള്ള അന്ന് ബൂം ചെയ്തു. പക്ഷെ നിങ്ങൾ മെന്റലി ഡൗൺ ആയ ഒരാൾക്ക് ജിമ്മാനോ മക്ഡൊണാൾഡ്സിൽ പോയി കണ്ട് ഒരു ബർഗർ കഴിച്ചാലാണോ അയാൾ ഹാപ്പി ആവുക? ഹാപ്പിയാ വേണ്ടിട്ടല്ലോ ഫൈസല, ഇത് കോണ്ടാക്ട് ലിമിറ്റ് ചെയ്യാനല്ലേ. ജിമ്മ പോയിട്ട് 100 ആൾക്കാര് ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്യണതും ഒരു ഡെലിവറി വഴി ഒരാള് ഒരു ഫുഡ് കൊണ്ട് കൊടുക്കണതിൽ ഏതാണ് ലെസ് ഡേഞ്ചറസ്? ചെയിൻ ബ്രേക്ക് ചെയ്യാനുള്ള ഉദ്ദേശത്തിലല്ലേ നമ്മള് ജിമ്മിലോട്ടാണ് ആൾക്കാർ കൂടുതൽ പോവുക? അതോ ജിമ്മ് ഇപ്പൊ ഓൾറെഡി ഓപ്പൺ ആണ്, എത്ര ആൾക്കാർ പോകുന്നുണ്ട് ജിമ്മും ഫാസ്റ്റ് ഫുഡും? അതല്ല, ഇതിപ്പോ ഓൺലൈൻ ഡെലിവറിന്റെ കാര്യം ഡെലിവറിന്റെ കാര്യം മാത്രമായിട്ടല്ല, ഇവിടുത്തെ മക്ഡൊണാൾഡ്സ് ഒക്കെ ക്ലോസ് ചെയ്യുന്നത്. ഡെലിവറി ഉണ്ടായിരുന്നില്ല, ഡെലിവറി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, നമുക്ക് കൊച്ചല്ലായിരുന്നു.
ഡ്രൈവ് ത്രൂവില് കോൺടാക്ട് മിനിമൽ അല്ലേ, പക്ഷെ എന്താ പറയാ ജിമ്മൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി സ്വെറ്റും ഇതൊക്കെ വഴി കുറച്ചുകൂടി സ്പ്രെഡിനുള്ള ചാൻസസ് കൂടുതൽ അവിടെയാണ്. കാരണം ആൾക്കാർ യൂസ് ചെയ്ത അതേ ടെമ്പൽസ് തന്നെ വീണ്ടും യൂസ് ചെയ്യുമ്പോൾ ആ വഴി ഉണ്ടാക്കുന്ന സ്പ്രെഡിങ് ഡെലിവറി ചെയ്യുന്ന ആൾ എത്ര ആൾക്ക് ഡെലിവറി ചെയ്യുന്നത്? നിങ്ങൾ ഇപ്പോഴും ആ കൊറോണ പകരുന്ന അത് 1-to-1 കോൺടാക്ട് ആണ്. എത്ര ആൾക്ക് ഇയാൾ ഡെലിവറി ചെയ്യുന്നത്? മിനിമം എന്തോ ആവട്ടെ, ഞാൻ അതല്ലേ ചോദിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് എത്തിക്കുന്നതിന് മുമ്പേ ഒരാൾക്ക് അവര് ചെയ്ത ആ ഒരു കൺസെപ്റ്റിനെ പറ്റി ചിന്തിച്ചു നോക്ക്. നമ്മള് ഫാസ്റ്റ് ഫുഡ്സും നമുക്കറിയാം അൺഹെൽത്തി ആണ് എന്നുള്ളത്, ജിം ഹെൽത്തി ആണെന്നുള്ളത് അറിയാം. എന്താ ക്ലോസ് ചെയ്ത് എന്താ ഓപ്പൺ ആക്കിയത് അത് ചിന്തിക്കും. അത് ചിന്തിക്കുമ്പോ ഞാൻ പറഞ്ഞു എന്റെ ചിന്തയിൽ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കൊണ്ടുപോയപ്പോ എനിക്കാകെ കൺഫ്യൂസ്ഡ് ആയി. അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? അതാണ് വാക്സിൻ കുത്തി കയറ്റി. വാക്സിൻ ഇപ്പൊ ഈ പ്രിൻസസ് ഡയാനയുടെ വേറൊരു കാര്യം പറഞ്ഞപ്പോ ഈ HIV വന്ന ടൈമിൽ എല്ലാവർക്കും പേടിയിരുന്നത് എങ്ങനെ പകരുന്നുള്ളതൊക്കെ. അപ്പൊ 90s തന്നെ തോന്നുന്നു ഈ പ്രിൻസസ് ഡയാന പോയിട്ട് HIV പേഷ്യൻസിന് അഗ് കൊടുത്ത് കൈ കൊടുത്ത് അത് വൺ ന്യൂസായി. എന്താ വെച്ചാൽ ആൾക്കാരെ വിചാരം അങ്ങനെയൊക്കെ പകരുന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. ആ ഫോട്ടോസ് ഒക്കെ എപ്പോഴും വൈറലാണ്. അതായത് ഒരു പ്രിൻസസ് പോയി ഇങ്ങനെ ചെയ്യുമ്പോ അതൊരു അത്രയും ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളെ എല്ലാവർക്കും കൈ കൊടുക്കാൻ പറ്റാത്ത ഒരാൾ, എല്ലാവർക്കും പോയിക്കാണ്ട് ഒരു പ്രിൻസസിന് കൈ കൊടുക്കാൻ പറ്റില്ല. ശരിയാ, അങ്ങനെ ഒരാള് ചെയ്ത് മനസ്സിലായില്ലേ? വേറെ നിങ്ങളിപ്പോ ഈ കോവിഡിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഒരു AI ഹോസ്പിറ്റല് വന്നിട്ടുണ്ട് ചൈനയില്, അത് കേട്ടിനോ? അതായത് 10,000-ഓളം പേഷ്യൻസിനെ ഇതൊരു വെർച്വൽ എൻവയൺമെന്റ് ആണ് മൊത്തത്തിൽ. AI ഡോക്ടേഴ്സ് 4 AI ഡോക്ടേഴ്സ് ഉണ്ട്, അതിനനുസരിച്ച് നഴ്സുകളുണ്ട്. 10 ഡോക്ടേഴ്സും 4 നഴ്സുകളും അങ്ങനെ തന്നെ ആയിരിക്കണം കണക്ക്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു കംപ്ലീറ്റ്ലി വെർച്വൽ എൻവയൺമെന്റ് ആണ്. പേഷ്യൻസിന്റെ രോഗങ്ങൾ കാര്യങ്ങളെല്ലാം സിമുലേറ്റ് ചെയ്യും ഡോക്ടേഴ്സ്, AI ഡോക്ടേഴ്സിന് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കും. അപ്പോൾ ആ മോഡൽ ട്രെയിൻ ചെയ്യാണ് ബേസിക്കലി. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, മെഡിക്കൽ സ്റ്റുഡൻസിന് പൊതുവെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് റിസ്ക് ഉള്ള കാര്യങ്ങളാണ് ഈ സർജറി ചെയ്യണതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലത്തെ വെർച്വൽ പേഷ്യൻസിന്റെ മേത്ത് പഠിക്കാൻ, ഡയഗ്നോസ് ചെയ്യാൻ, അവർ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഈ AI ഹോസ്പിറ്റൽ വഴി കിട്ടും. അതുകൊണ്ട് തന്നെ മെഡിക്കൽ സ്റ്റഡീസ് ഒരുപാട് എളുപ്പമാക്കും ആ മോഡൽ തന്നെ. അതായത് ഈ US-ന്റെ ടെസ്റ്റ് ഉണ്ടല്ലോ, മെഡിക്കൽ ക്വാളിഫയിങ് എക്സാമിനേഷൻ, അതിൽ 93% ആക്യുറസിയാണ് ഈ AI ഡോക്ടേഴ്സിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ മോഡൽ നല്ല രീതിക്ക് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് 10,000-ഓളം പേഷ്യൻസിനെ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വലിയ രീതിക്ക് ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ അത് മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ തന്നെ വലിയൊരു ഭൂമായിരിക്കും. അത് ഫെസിലിറ്റി ആക്കി മാറ്റുള്ള ഒരു ട്രെയിനിങ് ഫോക്കസ്. അതായത് ഇപ്പൊ നിലവിലുള്ള ഹോസ്പിറ്റൽ ബോർഡ്സ് തന്നെ ഈ വെർച്വൽ ഡോക്ടേഴ്സിന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം പേഷ്യൻസിന് ആ രീതിക്ക് ഡയഗ്നോസ് ചെയ്തിട്ട് കാര്യങ്ങൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കിട്ടാൻ പറ്റുമല്ലോ. അപ്പോൾ ഭയങ്കര റെവല്യൂഷൻ ആകും. അപ്പോൾ ഡോക്ടേഴ്സിന്റെ ജോലി അവതാളത്തിലാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്ക് തോന്നുന്നു അത് എപ്പോഴും കാര്യം പറഞ്ഞതാണ്, ഉപയോഗിക്കാൻ അറിയാത്തവനേക്കാരെ ഏറ്റവും കൂടുതൽ പണി കിട്ടുക. ഇപ്പൊ റോബോട്ട്സ് തന്നെ ഒരുപാട് ഡെക്കോർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ലൈക്ക് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അതായത് ആമസോണിന്റെ പിന്നെ സ്റ്റാഫ്സ് ഒക്കെ ഇരുന്ന് കരയാ, ഇവര് പിന്നെ അതായത് മാസ് ഫയറിംഗ് ഉണ്ടായിട്ട് റോബോട്ട്സിനൊക്കെ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഞാൻ തോന്നുന്നു 2 ക്ലിപ്പ് ആകാനാണ് ചാൻസ്. അല്ല, അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് സംസാരിച്ചിട്ട് അത് ഒറിജിനലി ഒരു റിപ്ലേസ് ചെയ്ത് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ വീഡിയോ കണ്ടിട്ട്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടർ ഇത് വളരെ എളുപ്പത്തിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമല്ല, ചേഞ്ച് അല്ല. ആളുകൾക്ക് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകാന്ന് വെച്ചാൽ ഒരു ഇമോഷണലി ഒരു കണക്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ അത് എത്രയോ ആളുകൾക്ക് പെട്ടെന്ന് അത് റീപ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പിന്നെ വെച്ചാൽ ഒരു ഡോക്ടർക്ക് അസിസ്റ്റൻ്റ് ആയിട്ട് ഒരു AI ഡോക്ടറിനെ വേണമെങ്കിൽ അയാളുടെ കൂടെ ഉണ്ടാവാം. അപ്പോൾ അയാൾക്ക് നോളജ് അയാൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നതിന് പകരമോ അല്ലെങ്കിൽ ഈ ഒരു പേഷ്യൻറ്റിനെ മനസ്സിലാക്കാനും മറ്റേ ഡയഗ്നോസും മറ്റു പരിപാടികൾക്കൊക്കെ ഒന്നുകൂടിയും ഈസി ആവും. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ ഒന്നും കൂടി മെച്ചപ്പെട്ട രീതിയിലാവും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ വലിയൊരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു 10,000 പേഷ്യൻസിനൊക്കെ കുറച്ച് ദിവസങ്ങൾക്കുള്ള ട്രീറ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മളൊരു സാധാ ഡോക്ടറിന് അത് 1 മാസം 2 മാസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എത്രത്തോളം പേഷ്യൻസിന് ട്രീറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത് ഭയങ്കര റെവല്യൂഷണറി ആകും. ഇതുപോലെ തന്നെ ഒരു ഹ്യൂമൻ ടച്ച്, ഒരു ഹ്യൂമൻ ആസ്പെക്ട് അതിനുണ്ടാവില്ല. പലപ്പോഴും നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകണം അതിന് വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ക്യാൻസറിന്റെ ഒരു ട്രീറ്റ്മെന്റ്
അതായത് ക്യൂർ, ക്യാൻസറിന്റെ ക്യൂർ, അൾസീമറിന്റെ ക്യൂർ, അതേപോലെ എയ്ഡ്സിന്റെ വാക്സിൻ, ഇതേപോലെ TBക്ക് കറക്റ്റായ ക്യൂർ, ഇതെല്ലാം കണ്ടുപിടിച്ച ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് പല കാണാൻ. അപ്പോ അതൊക്കെ അവരൊക്കെ മരിച്ചു, ഒരു അല്ലെങ്കിൽ അവരൊക്കെ വധിക്കപ്പെട്ടു എന്നുള്ളൊരു, അവരൊന്നും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാഹചര്യത്തിലായിക്കാരെ അവരൊക്കെ മരണപ്പെട്ടു എന്നുള്ളത് വീഡിയോസ് മറ്റേതൊക്കെ കാണാറുണ്ട്, ന്യൂസൊക്കെ. അപ്പോ അതിന്റെ പിന്നിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, അതായത് എലൈറ്റ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബില്യണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ മെഡിസിനിലോട്ട് ആക്സസ് ഉണ്ട് ഉണ്ടാകും? കാരണം ഇപ്പൊ അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്രത്തോളം ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ നഷ്ടമാണല്ലോ. നിങ്ങൾ അന്ന് പറഞ്ഞില്ലോ ലോകത്തില് യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പൈസ ഉണ്ടാകും, അതുകൊണ്ട് യുദ്ധം ഒരിക്കലും നിൽക്കാൻ പോണില്ല. യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇവരുടെ പോക്കറ്റിൽ കാശ് വീഴുള്ളൂ. അപ്പൊ ആ ഒരു ആസ്പെക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനൊരു പോസിബിലിറ്റി ഉണ്ട്. അല്ല, ഇതുപോലെ തന്നെ 1980s ഒരാള് എന്താ വെള്ളത്തിലോടുന്ന കാറ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് അതെ അതെ അതെ, ഒരു US കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ ഇത് പിച്ച് ചെയ്യാൻ വേണ്ടി പല ഫൗണ്ടേഴ്സിൻ്റെ അടുത്തും പോയിട്ടുണ്ട്. അങ്ങനെ അയാൾ ഇത് മീഡിയയിൽ പബ്ലിഷ് ചെയ്യാൻ കൊടുത്തിട്ട് മീഡിയാസ് എല്ലാം അത് പബ്ലിഷ് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അതായത് ഇയാളിത് സബ്മിറ്റ് ചെയ്യും, പക്ഷേ മീഡിയാസ് പബ്ലിഷ് ചെയ്യില്ല. അപ്പോൾ ഇയാൾ പറയുന്നത് ഇത് പുറത്ത് വിടാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. എന്നിട്ട് ഇയാൾ ഇതുപോലെ വേറെ ഏതൊരു കൺട്രിയിലെങ്ങാണ്ട് വേറൊരു ഇതിന്റെ പിച്ചിങ്ങിന് പോണ സമയത്ത് അവിടുന്ന് അവിടുന്ന് അയാൾ മരിക്കുകയാണ്. എന്തോ പോയിസൺഡ് ആയിട്ട് മരിക്കുകയാണ് അയാൾ. എന്നിട്ട് അയാൾ ലാസ്റ്റ് പറയുന്ന വാക്ക് എന്ന് പറഞ്ഞിട്ട് ദേ പോയിസൺഡ് മീ എന്ന് പറഞ്ഞിട്ട് അയാൾ ലാസ്റ്റ് പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞിട്ട് നെറ്റിൽ അവൈലബിൾ ആണത്. അപ്പോൾ അന്ന് പറയപ്പെടുന്ന അയാളിത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കമ്പനീസും ഇവർക്കൊക്കെ ഇതിൻ്റെ നഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ എലൈറ്റ്സ് ലൈക്ക് അപ്പോഴത്തെ പ്രീമിയം ആൾക്കാർ ഇതിന് ബിസിനസ് എടുക്കുന്ന ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ്. അത് എല്ലാ മേഖലയും ഇപ്പം നിങ്ങൾ പറഞ്ഞ മരുന്നിൻ്റെ മേഖലയിലും എല്ലായിടത്തും അതുണ്ട്. വെള്ളം ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്ന കാറാണ്, വെള്ളത്തിലോടുന്ന കാർ, വെള്ളത്തിലോടണല്ല, വെള്ളം ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്ന കാറ്. കാര്യം പറഞ്ഞപ്പോൾ റിലീസായി. ബുഗാട്ടി എന്ന് വെച്ചാൽ ഈ ഹൈപ്പർ കാർസിൻ്റെ ഇടയിൽ ഹൈപ്പർ കാർസ് ഉണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സിൽ പെട്ട ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വൺ ഓഫ് ദി മാനുഫാക്ചേഴ്സ് ആണ്. ഇപ്പോൾ ബുഗാട്ടി ഏറ്റവും ലാസ്റ്റ് ഈ ടോർബിയോണിന് മുന്നേ റിലീസ് ചെയ്ത വണ്ടി ബുഗാട്ടി ഷിറോണാണ് 2016. ഞാനൊക്കെ എക്സ്പെക്ട് ചെയ്തത് ഇനിയിപ്പോൾ ബുഗാട്ടിൻ്റെ ഒരു മോഡൽ വരികയാണെങ്കിൽ ഫുള്ളി ഇലക്ട്രിക് ആയിരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ളത് ഹൈബ്രിഡാണ്, ഇലക്ട്രിക്കും ഉണ്ട് അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനും ഉണ്ട്. പിന്നെ ഞാൻ എക്സിലൊക്കെ പല ആളുകളും പറയണ കണ്ടു, ഇപ്പോൾ ഈ ബുഗാട്ടിനെ ഒരു ടെസ്ല വെച്ചിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന ആളുകൾ. ടെസ്ലയും ബുഗാട്ടിയും രണ്ട് സാധനങ്ങളാണ്, രണ്ട് കോൺസെപ്റ്റാണ്, രണ്ട് ലീഗാണ്. ഇത് വെച്ചാൽ ഒരു പ്രസ്റ്റീജ്, ആൾക്കാരൊരു പ്രസ്റ്റീജ് സാധനമാണ് ബുഗാട്ടി. അതൊരിക്കലും നമുക്കൊരു ടെസ്ല പോലത്തെ കാറുകളെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ കാറ് കംപ്ലീറ്റ്ലി ലക്ഷറിയസ്, ആ ഒരു ക്രൈറ്റീരിയ ലെവൽ സാധനമാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഇപ്പോൾ പുതിയത്, ഇപ്പോൾ ഇൻറ്റീരിയറൊക്കെ കണ്ടാലും അറിയാം, ഇൻറ്റീരിയറിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇല്ലേ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭയങ്കര പ്രത്യേകതയായിട്ട് എല്ലാവരും കാണിക്കുന്ന സംഭവിച്ചാൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമ്മൾ സ്റ്റിയറിംഗ് വീല് തിരിക്കുന്ന സമയത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഒരുവിധം കാറുകൾക്കൊക്കെ എല്ലാ കാറുകൾക്കും തിരിയണതാണ്. ഈ വണ്ടിക്ക് അങ്ങനെയല്ല, സ്റ്റിയറിംഗ് തിരിയുമ്പോൾ സ്റ്റിയറിംഗ് വീല് മാത്രം തിരിയും, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ സ്റ്റേസ് അവിടെ തന്നെ നിൽക്കും, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. പിന്നെ മാത്രമല്ല ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളെ റൂബി, പിന്നെ സഫയർ പോലത്തുള്ള ഭയങ്കര ലക്ഷറിയസ് സ്റ്റോണും ടൈറ്റാനിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതും ഡിസൈൻ ചെയ്തത് സ്വിസ് വാച്ച് കമ്പനീസ് ഇല്ലേ, അതേപോലത്തെ ഏതോ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അനലോഗാണ്, ഡിജിറ്റൽ അല്ല, അനലോഗാണ്. എന്ന് വെച്ചാൽ ആ ഒരു ഫീൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് മൊത്തം ഡിസൈൻ കാണുമ്പോൾ. ഇപ്പോൾ 2024 ഓരത് അനൗൺസ് ചെയ്തു, 2026 കൂടി കാറ് റോട്ടിൽ കാണുമെന്ന് ആളുകൾക്ക് ഡെലിവറീസ് കൊടുത്തു തുടങ്ങുന്നവർ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാറുകളൊക്കെ ഇപ്പോൾ ഭയങ്കര ലിമിറ്റഡ് പീസായിട്ട് ഇറക്കുക, 250 ഇറക്കും. അതിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല വീഡിയോസൊക്കെ 1 out of 250 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 250 ആണ് ഞാൻ വായിച്ചത്, 250 ആണ്. എന്നുവെച്ചാൽ ബുഗാട്ടി ഷെയറോണിലെ പല വേർഷൻസും ഉണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ സ്പോട്ട് അങ്ങനെ പല വേരിയേഷൻസ് ഉണ്ട്. പക്ഷേ വേറൊരു നെയിമിൽ അല്ലെങ്കിൽ വേറൊരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് ഇവരെ ഇറക്കണ മൊത്തം എഞ്ചിനും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വരെ ഇറക്കണ വണ്ടി ഇപ്പോൾ ടർബിയോണാണ്. പിന്നെ മാത്രമല്ല ബുഗാട്ടി പിന്നെ ജേക്കബ് ആൻഡ് കോ ആയിട്ട് കൊളാബറേഷനുള്ള പാർട്ട്ണർഷിപ്പുള്ള ഒരു കമ്പനിയാണ് ബുഗാട്ടി. ജേക്കബ് ആൻഡ് കോ എല്ലാവർക്കും അറിയണ പോലെ ഭയങ്കര പ്രീമിയം ലക്ഷറി കാറ്റഗറിയിലുള്ള വാച്ചസ് ഇറക്കുന്നതാണ്. ഇപ്പോൾ ടർബിയോൺ ഇവർ അനൗൺസ് ചെയ്ത സമയത്ത് അതേപോലെ തന്നെ ബുഗാട്ടി ടർബിയോൺ വെച്ചിട്ട് ഇവരും വാച്ച് അനൗൺസ് ചെയ്തു, വാച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
വാച്ച് എന്ന് വെച്ചാൽ നമ്മളെ V16 എഞ്ചിനൊക്കെ ഇപ്പം എന്ന് വെച്ചാൽ V60 എന്ന് വെച്ചാൽ 8 ഇൻടേക്ക് പൈപ്സും 8 എക്സോസ്റ്റ് പൈപ്സും അതിനകത്തുണ്ടാവും. ഈ പൈപ്പുകളൊക്കെ അതേപോലെ തന്നെ വാച്ചിലിങ്ങനെ കറക്റ്റ് ഇങ്ങനെ അത്രയും ആർട്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് സെറ്റപ്പിൽ ചെയ്തിട്ടുള്ള സാധനം കറക്റ്റ് കാണാൻ പറ്റും. അത്രയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് വാച്ച്. വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കൊതിച്ചു പോവും സാധനം തൊടാനോ കാണാനൊക്കെ വേണ്ടിയിട്ട്. കാസിനോ ഡിസൈൻസ് നെയ്മറിന്റെ അടുത്തുണ്ടായിരുന്നത്. ഞാൻ കസ്റ്റമൈസ്ഡ്, ഹബീബിന്റെ കസ്റ്റമൈസ്ഡ്, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട്. മക്ഗ്രാഗറിന്റെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ അതേപോലെ തന്നെ ഇത് ഈ ടുർബിയോൺ ഇറങ്ങിയ സമയത്ത് ഒരു നല്ലൊരു കോൺസ്പിറസി എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന രീതിയിലൊരു സാധനം ഇറങ്ങി. എന്താണെന്ന് വെച്ചാൽ റീസെൻ്റ്ലി സെലൻസ്കി ഇല്ലേ, ഉക്രൈൻ, സെലൻസ്കിയും മൂപ്പരുടെ വൈഫ് ഒലേനയും ഇവർ രണ്ടുപേരും ഫ്രാൻസ് വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഫ്രാൻസ് വിസിറ്റ് ചെയ്ത സമയത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവർ ബുഗാട്ടി ഇവർക്ക് ഇപ്പോൾ അന്നൊരു പ്രസൻറ്റേഷൻ ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു ആ റിലീസിൻ്റെ സമയത്ത്. അപ്പോൾ ഈ പബ്ലിക്കിന് റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഈ സെലൻസ്കിക്ക് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും പ്രസൻറ്റേഷനൊക്കെ കാണിച്ചു കൊടുത്തു. ഒലേന ഈ വണ്ടിൻ്റെ ഫസ്റ്റ് ഓണറായിട്ട് വൺ ഓഫ് ദി ഈ 250 ഒരെണ്ണം ഒരു പ്രീ ഓർഡർ ചെയ്തു തോന്നി. മനസ്സിലായോ? അപ്പോൾ ആളുകൾ പറയണത് ആളുകൾ നിങ്ങളൊക്കെ എപ്പോഴാണ് ഈ കാറിന്റെ ഡിസൈനും കാറിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കാണേണ്ടത്? ഞങ്ങൾ ഇതിന്റെ 3 മാസം മുമ്പ് ഇത് കണ്ടിരുന്നു. $3 million ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് കാറ് ഇറങ്ങുമ്പോൾ മേടിക്കാനായിട്ട്. ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ ഉക്രൈനിലെ സോൾജേഴ്സ് രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം. അപ്പോൾ ഇവർ പോയിട്ട് 4.5 million euros എങ്ങാനും ടാക്സും കാര്യങ്ങളും കഴിഞ്ഞിട്ട് 4.85 million അടുത്ത് ഇത്രയും ക്യാഷ് സ്പെൻഡ് ചെയ്തിട്ട് ഒരു വണ്ടി വാങ്ങണം. റൂമർ എന്ന് വെച്ചാൽ ഇത് എങ്ങനെ വന്നറിയോ, ഒരു ഫ്രഞ്ചിൽ ഒരു എന്താ പറയുക ബുഗാട്ടിൻ്റെ എംപ്ലോയി എന്നുള്ള രീതിയിൽ ഒരു സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊരു ചങ്ങായി ഒരു വീഡിയോ ചെയ്തിരിക്കുക. എന്ന് വെച്ചാൽ അയാളെ അക്കൗണ്ടിൽ ഒഫീഷ്യൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അയാൾ കാര്യങ്ങൾ ഇങ്ങനെ പറയണേ, ഈ ഒലേന എന്ന് പറഞ്ഞ സെലൻസ്കിൻ്റെ വൈഫാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് കസ്റ്റമർ വരായിരിക്കും വരിക്കാൻ ഡെലിവറി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു സ്ട്രെയിഞ്ച് സെറ്റപ്പ് എന്ന് വെച്ചാൽ ഈ അക്കൗണ്ടിൽ ആകെ 3-4 പോസ്റ്റ് എന്തേ ഉള്ളൂ. ഇയാളെ അക്കൗണ്ടിൽ ഫസ്റ്റ് പോസ്റ്റ് പബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ പബ്ലിക് ആക്കിയത് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന ഒരു 3-4 ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു 1 വീക്കിൻ്റെ ഇടയിൽ. പിന്നെ മാത്രമല്ല ഇതൊരു ഡീപ്പ് ഫേക്ക് ആണെന്ന് പറയുന്നുണ്ട് ആ വീഡിയോ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അത്ര ഒരു ആക്യുറേറ്റ് അല്ല, പെർഫെക്റ്റ് അല്ല എന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഇതും ഡീപ്പ് ഫേക്കിൻ്റെ ഭയങ്കര മറ്റൊരു ഡേഞ്ചറസ് സൈഡാണ്, AI ഇങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണ്ടേനി. പക്ഷെ വേറൊരു കാര്യം കേട്ടോ, ഉക്രൈനിലെ വേറൊരു മിനിസ്റ്റർ എന്താണെന്ന് അയാളുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് എനിക്കറിയില്ല. അയാള് ഫസ്റ്റ് യൂറോപ്പിലെ തന്നെ ഫസ്റ്റ് ഇലക്ട്രിക് റോൾസ് റോയ്സ് അയാളാ ഓൺ ചെയ്ത് വാറിന് ശേഷം. അല്ല ഉക്രൈനിൽ ഇതേപോലെ ഒരുപാട് റിച്ച് ആൾക്കാരുണ്ട്. നമ്മളോട് അന്ന് നമ്മള് ടാക്സിയിൽ യാത്ര ചെയ്തപ്പോൾ അയാൾ പറഞ്ഞില്ലേ, അയാൾ പറഞ്ഞു ഓഫീസ് നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ താഴെ വരുന്ന ഒരുപാട് മസ്താങ്ക്, ഈ വണ്ടി റേഞ്ച് റോവർ ഒരുപാട് ഇഷ്ടംപോലെ. ഇപ്പൊ നമ്മളെ ഈ സിറ്റിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ലംബോർഗിനീസും പിന്നെ ഒരുപാട് പ്രീമിയം ക്ലാസ് ഒരുപാട് ബ്രാബസിന്റെ വണ്ടികൾ, അതുപോലെ തന്നെ G-Wagons, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ ഇവര് പറയണത് എന്താ വെച്ചാൽ ഇവിടെ ഉക്രൈനിലുള്ള പ്രീമിയം ഭയങ്കര ലക്ഷറിയസ് ആൾക്കാരുടെ മക്കള് ഇവിടെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ അവർക്ക് ഈസിയാണ്. ഇപ്പോൾ ഇവിടുന്ന് നാട്ടിലേക്ക് അവർക്ക് യുക്രൈനിലേക്ക് തിരിച്ചു പോകാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള നല്ലൊരു സിറ്റിയാണ് വാർസോ. തിരിച്ചു പോകാൻ പറ്റിയൊരു സാഹചര്യം ഇവിടുന്ന് എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഇനി ഭയങ്കര യുക്രൈൻസ് കൂടിന്റെ ബിൽഡിങ്ങിന്റെ താഴെ തന്നെ ഒരുപാടുണ്ട്. അവിടെ കോൾ സെന്റേഴ്സ് ഒക്കെ ഇട്ടിട്ട് ഡെയിലി കൊടുക്കുക. എത്ര നേരം അറിയാം അവര് വർക്ക് ചെയ്യാം. അത്ര യുക്രൈൻസ് ഇവിടെ മൂവ് ചെയ്ത് രണ്ട് കൂടി. അല്ല അത് മൊത്തത്തിൽ നമ്മളെ എഫക്റ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ലിവിങ് കോസ്റ്റ് കൂടി, പിന്നെ ഗ്രോസറീസിൻ്റെ റേറ്റ് കൂടി, നമ്മളത് ഡയറക്റ്റ്ലി എഫക്റ്റ് ആയിട്ടുള്ള ആളുകളിൽ പെട്ട ആൾക്കാരാണ്. എന്നോട് ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരാൾ പറഞ്ഞു, നിങ്ങളെ പോളണ്ട് ജർമ്മനിയിലേറെ എക്സ്പെൻസീവ് ആണ് എന്നല്ലേ. ആ അതെന്ന് വെച്ചാൽ അത് നമ്മളെ നല്ലോണം എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. കാരണം എന്താ പറയുക, ജർമ്മനിയിലൊക്കെ ആളുകൾ യൂറോസിലാണ് സാലറി അല്ലെങ്കിൽ അവർക്ക് പേ ഉള്ളത്. അത് കമ്പയർ ടു നമ്മളെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഹയർ ആണ്. അപ്പോൾ നമുക്ക് ലിവിങ് കോസ്റ്റ് കൂടാന്ന് വെച്ചാൽ ഭയങ്കര മോശമാണ്. ഈ ഒരു 3 വർഷം കൊണ്ട് തന്നെ അത്രക്കും ചേഞ്ച് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇൻഫ്ലേഷൻ പേ സ്കെയിലിൽ നമ്മൾക്ക് അത്ര ഭയങ്കര മാറ്റം വന്നിട്ടില്ല. ഇപ്പം ഞാനൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വീഡിയോ കണ്ടു. ഇതേപോലെ ഉക്രൈനിലെ കിവിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മൊത്തം പാർട്ടിയും പരിപാടികളുമാണ്.
പിന്നെ ഉള്ളേരിയകളിലുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരൊക്കെ എപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്, എന്താണ് പിന്നെ എന്താണ് സോൾജേഴ്സ് ഫൈറ്റിംഗ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ പെൻഷൻ ഇവർക്ക് എത്രയോ മാസത്തിനുള്ള പെൻഷൻ ഫണ്ടിങ് ഒക്കെ യൂസ് ചെയ്യുന്ന പിന്നെ പെൻഷൻ ഫണ്ടിങ് വരെ യൂസ് ചെയ്യുന്ന അവർക്ക് ഫ്ലൈറ്റ് ഇറങ്ങുന്നില്ല, ടൂറിസ്റ്റുകളില്ല, ഒന്നുമില്ലല്ലോ, എക്സ്പോർട്ടിങ് കറക്റ്റ് നടക്കുന്നില്ല. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് വലിയ രീതിക്ക് ഒരുപാട് പൈസക്കാരായിരുന്നു, അവരുടെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം അവർക്ക് ഇട്ട് പോരേണ്ടി വന്നു. അവരവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ് ആരായിരുന്നു, ഇപ്പൊ ഒന്നുമില്ലല്ലോ. പക്ഷെ കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് കാനഡയിലോട്ടും യുഎസിലോട്ടും അവർക്ക് നല്ല ചാൻസ് കിട്ടി. ഇവർക്ക് മൂവ് ചെയ്യാൻ അവിടെ ഇമിഗ്രന്റ് ആയിട്ട് മാറാനും PR കിട്ടാനൊക്കെ പെട്ടെന്ന് ഈസി ആയി കുറെ ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ പോളണ്ടിലെ ആളുകൾ മുമ്പുള്ള ആൾക്കാർ മൂവ് ചെയ്ത്. പക്ഷെ അങ്ങനെ നമുക്ക് പറയാനില്ല. എന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്കൊരു ഹോം ലാൻഡിനോടുള്ള ഒരു ഇമോഷൻ ഉണ്ട്. അതുള്ള ആളുകൾക്ക് ഒരിക്കലും ഇത് ചിന്തിക്കാനോ കൺസിഡർ ചെയ്യാനേ പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് അവിടെ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടുന്നു അല്ലെങ്കിൽ ഇത്ര പൈസ തരാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഹോം ലാൻഡിനോട് നമ്മളാ സ്വന്തം നാടിനോടുള്ള ഡിഗ്നിറ്റി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫലസ്തീനിലുള്ള ഒരു അമ്മനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു നായനെ വിട്ടിട്ട് ഓരോ കടിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എല്ലാവരും മറ്റേ ക്യാമ്പുകളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോയി, നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല, അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ അപകടം പറ്റില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് രാത്രിയായിരുന്നു, മാത്രമല്ല എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഈ ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നോ മാറി നിൽക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമല്ല. കാരണം ഇത് എൻ്റെ ഭൂമിയാണ്, എൻ്റെ സ്ഥലമാണ്, ഇവിടെ നിന്ന് ആരും അടിച്ചോടിപ്പിക്കണത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഈ ഡോഗ് പട്ടി വന്നിട്ട് ഇവരെ ഈ ഇതില്ലേ കൈൻ്റെ ഭാഗത്ത് കടിച്ചിട്ട് ഇവിടുത്തെ ഇറച്ചി ഫ്ലഷ് തൂങ്ങി, മനസ്സിലായോ? അപ്പോഴാണ് അത്ര ഒരു പട്ടിനെ തിരിച്ചുകൊണ്ട്. എന്നിട്ട് ഒരു പറയുന്നുണ്ട് രാവിലെ അവിടെ വരെ ക്ലോത്ത് എടുത്തിട്ട് ഓരോ ക്ലോത്ത് കൊണ്ട് തന്നെ മൊത്തം കെട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു അത്ര. ആ ഒരുപാട് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽസിലും മറ്റ് എന്താണ് പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മൾ ആ കണ്ടിട്ടുണ്ടാവും ആ സാധനം. അതെ അതെ, അതിൽ ആ അമ്മ കറക്റ്റ് പറയണ്ട, വയസ്സായ സ്ത്രീ. അതാ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ഇപ്പം നമുക്ക് ഉക്രൈനാവട്ടെ എന്താണ് ഫലസ്തീനാവട്ടെ ഈ വാറും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആളുകൾക്ക് ഈ ഹോം ലാൻഡിൻ്റെ ഇമോഷൻ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ പോലെ വേറെ ഒന്നും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പറ്റുണ്ടാവും ആർക്കെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ അവിടെ പോയ ആളുകൾക്ക് ഓഫ് കോഴ്സ് ഇങ്ങനത്തെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടുമ്പോൾ അത് അവർക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ നമ്മളെ കാര്യം തന്നെ ആലോചിച്ചാൽ മതി. നമുക്ക് എപ്പോഴും ഇടയ്ക്ക് നാട്ടിൽ പോയി വരുന്നത് നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. നാട്ടിൽ പോയി ചെല്ലുമ്പോൾ ഇവിടെ കുറച്ചു കാലം നിന്ന് നാട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതാലോചിച്ച് തന്നെ മതിയല്ലോ നമുക്ക്. നമ്മളെ കാര്യം തന്നെ ആലോചിച്ചാൽ മതി. ലാൻഡ് ചെയ്ത് കാല് നിലത്ത് കുത്തുമ്പോൾ നമുക്കൊരു എന്താണ് എവിടുന്നാന്നില്ലാത്തൊരു സന്തോഷം വരാനുണ്ട്. അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ. അല്ല അല്ലെങ്കിലും നമുക്ക് ഉള്ളിൽ നമുക്കൊരു ചിന്ത ഉണ്ട്, പോകാനൊരു നാടുണ്ടല്ലോ, നമ്മളതായിട്ടൊരു ചിന്തയിൽ തന്നെ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ആ ഒരു സംഭവം കിട്ടുന്നുണ്ട്, സമാധാനം കിട്ടുന്നുണ്ട്. പക്ഷെ എന്തെന്നാലും യൂറോപ്പിൽ അധിക കാലം നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മിഡിൽ ഈസ്റ്റിലെ പോലെയല്ല, പെട്ടെന്ന് പോയി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമുണ്ട് ഇവിടുന്ന്. ഇപ്പോൾ നമ്മളൊരു കൂട്ടുകാരുടെ അമ്മ മരിച്ചു, പുള്ളിക്കാരന് പോകാൻ പറ്റിയില്ല. അത്രയും മണിക്കൂറുള്ള ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മൃതദേഹം കബറടക്കി നിന്നിട്ട് പുള്ളിക്കാരന് കാണാൻ പറ്റില്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ യൂറോപ്പിലുണ്ട്. അല്ല പിന്നെ നമ്മൾ GCC രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നാട്ടിൽ പോകാൻ എളുപ്പമല്ല. മറ്റ് വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഈ റെസിഡൻസ് കാർഡ്, ഇവിടുത്തെ വിസ, മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാൻ ഒരുവിധം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചെറിയൊരു എന്താ പറയുക ലാഗാണ്. ചില രാജ്യങ്ങളിൽ ചെറിയ ലാഗല്ല, നല്ല രീതിയിലുള്ള ലാഗാണ് നമുക്ക് പ്രത്യേകിച്ച്. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്. സങ്കടമാവേണ്ട ഒരു കാര്യമാണ് എന്താ വെച്ചിട്ടാ ഇവിടെ വന്നിട്ട് നല്ലൊരു ജീവിതത്തിന്റെ നല്ലൊരു ടൈം പോയി ഒറ്റക്ക് വീട്ടുകാരൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ഉമ്മാന്റെ ഉപ്പാന്റെ പേരൻസ് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെ റിഗ്രറ്റ് ഉണ്ടാവും. എത്ര പൈസ ഉണ്ടാക്കിയാലും എത്ര ഇതുണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും സമയം പോയതാണ്. അത് നല്ലൊരു ടൈമാണ്. അപ്പൊ ഞാൻ വയസ്സിലാ വന്ന് ഇവിടെ 2-3 വർഷമൊക്കെ നിൽക്കുമ്പോൾ അപ്പോൾ നമ്മൾ ചിന്തിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ആസ് ഐ ആം ഗെറ്റിംഗ് ഓൾഡർ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒരു റിഗ്രറ്റ് ഉണ്ടാവും. ഇനിയിപ്പോ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ ഇന്ത്യ നല്ല പ്രായത്തിൽ ഇങ്ങനത്തെ ഒന്നും ചെയ്തില്ലല്ലോ, പുറത്ത് പോയി എക്സ്പ്ലോർ ചെയ്തില്ലോ എന്നുള്ള റിഗ്രറ്റ് ആയിരിക്കും. പക്ഷെ അതെപ്പോഴാണെങ്കിലും പക്ഷെ എന്താ പറയാ നമുക്ക് ആ ഒരു ഫാമിലി ഇമോഷൻ അങ്ങനത്തെ ഒരു 30 വയസ്സൊക്കെ ആകുമ്പോൾ ഉണ്ടാവും.
ഓക്കെ. പക്ഷെ എന്തായാലും ഉണ്ടാവും. അതായത് 30-40 പ്രായം പറഞ്ഞ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആകുമ്പോൾ വിചാരിക്കും എനിക്ക് കുറച്ചുകൂടി ട്രാവൽ ചെയ്യാമായിരുന്നില്ല, എനിക്ക് അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ അയാൾക്ക് ട്രാവൽ ചെയ്യല്ലോ 40 വയസ്സിലോ 30 വയസ്സിലോ നടന്നത് തന്നെ നടന്നത് തന്നെ. പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്തു. ഈ പ്രായത്തിൽ ഇങ്ങനെ പറയാൻ വയസ്സില്ല, കുറച്ച് കഴിഞ്ഞാൽ അങ്ങനല്ല. ഒരുപാട് ആൾക്കാർ നമ്മൾ കേട്ടിരിക്കണേ. ആ ടൈമിൽ അതായിരിക്കും റിഗ്രറ്റ്. ഏതൊരു പോയിന്റിലും ഏതൊരു ആൾക്കും റിഗ്രറ്റ് ഉണ്ടാകും. ഉള്ളത് വെച്ച് ഹാപ്പി ആവുക, അത്ര ചെയ്യാൻ പറ്റുള്ളൂ പൈസയില്. അല്ലാതെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കാര്യമില്ല. അത് എൻ്റെ ഒരു ബിലീഫാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല അങ്ങനല്ല, ചിലപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ബിലീഫ് അതായിരിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങളിപ്പോ നാട്ടിൽ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒതുങ്ങി കൂടിയ ലൈഫാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആവുമോ? വീട്ടിൽ മാത്രം നിൽക്കുന്ന ലൈഫ് നിങ്ങൾ ഹാപ്പി ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ആവില്ല. വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ച എന്താ പറയുക, വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. പണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ആയാലും ഉണ്ടാക്കിയിരിക്കും. അത് വേറെ കാര്യം. അപ്പോ അത് ഹീറോയിസം. എന്താ അറിയോ, നമ്മളെ സ്റ്റോറീസ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കല്ലേ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയൂ. ഇത് സംഭവം ശരിക്കും ട്രേഡ് ഓഫ് ആണ്. ഒന്നുണ്ടാവും മറ്റേ ഉണ്ടാവില്ല, മറ്റുണ്ടാവുമ്പോ കിട്ടൂല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യണ പോലെ ഇരിക്കും നമ്മുടെ ഇത്. ഈ പറഞ്ഞ മാതിരി നാടുണ്ടാവുമ്പോ ചിലപ്പോൾ ലിങ്ക് സ്റ്റാൻഡേർഡ് ഇപ്പൊ നാട്ടിലെക്കാളും ഇവിടെ കുറച്ചും കൂടി ബെറ്റർ ആണ്. അപ്പൊ അതുണ്ടാവില്ല, അല്ലെങ്കിൽ ഇതുണ്ടാവുമ്പോ അതുണ്ടാവില്ല. ലൈക്ക് ഇറ്റ്സ് ഓൾവേസ് കുടുംബത്തിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ യൂറോപ്പ് പോയിട്ട് ഇതാക്കിയല്ലേ, നിങ്ങൾക്ക് ഗൾഫിൽ പോയി നമ്മളിങ്ങനെ നാട്ടിലാന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു നടക്കും. ഓർക്കല്ലാണ്ട് നിങ്ങളെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർക്കുന്നുണ്ട്, പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനെ പറയും. എന്റെ ഒരു വലിയ പ്രശ്നം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോ എനിക്കത് ചെറിയ പ്രശ്നമായി തോന്നും. അതെ, അതാ പറഞ്ഞത്. ഇറ്റ്സ് എ ട്രേഡ് ഓഫ്. ഇതെന്താ വെച്ചാൽ എനിക്കിതിൽ എന്റെ ജീവിതം ഞാൻ നോക്കി കാണുമ്പോ എനിക്ക് എന്റെ ജീവിതം ഇവന്റെ ലക്കാണല്ലോ, ഭയങ്കര സൂപ്പറാണ്. അതാണ് സംഭവം. എനിക്ക് ഇന്ത്യ നോക്കി കാണുമ്പോ ഇന്ത്യ സൂപ്പറാണ്. എനിക്ക് തോന്നുന്നില്ല. അപ്പോ തീരുമാനമായി. അതിൽ പിന്നെ മനുഷ്യന്മാരെന്താ വെച്ചാൽ ആണുങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മൾക്കൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ള ഒരു വിധം നമ്മൾ ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവും. ആ വീക്ക് പോയിന്റ് എല്ലാവർക്കും ഓരോ വേലക്കാരം. ഒന്നെങ്കിൽ ലേസിനെസ്, രണ്ടാമത്തെ ലസ്റ്റ്, പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, പിന്നെ പ്രൊക്രാസ്റ്റിനേഷൻ. ഇങ്ങനെ കുറെ ഒരു വീക്ക് പോയിന്റ് ഒരാൾക്ക് ഉണ്ടാവും. പക്ഷെ അത് അയാൾക്ക് അതിനെ ട്രിഗർ ചെയ്ത് പറ്റാത്തൊരവസ്ഥ വരും. എങ്ങനെ ആയാലും അങ്ങോട്ട് എത്തും അയാള്. ആ ഒരു പൊതുവെ ആണുങ്ങളിലെ വീക്ക് പോയിന്റ് അവർക്ക് മാത്രമേ ഇൻഡിവിജ്വൽ ആയിട്ട് അറിയുള്ളൂ. പൊതുവെ അങ്ങനെ ഷെയർ ചെയ്യില്ല. നമ്മളത് ആരും പറയൂല, നമുക്ക് മാത്രം അറിയാം നമുക്ക് അങ്ങനെ ഒരു വീക്ക് പോയിന്റ് ഉണ്ടെന്നില്ല, അല്ലേ? മെജോറിറ്റി അങ്ങനെയല്ലേ. ലാസ്റ്റ് ഒരു വീക്ക് പോയിന്റ് ആണെന്ന് വിചാരിക്കുക, ഒരാളും പറയില്ല. അയാളെ പ്രൈവറ്റ് മെസ്സേജസിൽ എന്തൊക്കെയാ നമുക്കറിയില്ല. അയാളെങ്ങനെ ഇപ്പൊ നമ്മളൊരു മീം അക്കൗണ്ട് ഉള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ അയച്ചൊരു മെസ്സേജ് ഒക്കെ ലീക്ക് ആയിരുന്നു. അവൻ അയച്ചൊരു 120K ഫോളോവേഴ്സ് എങ്ങാനുള്ള ട്രോൾ ചെയ്യുന്ന ഒരു അക്കൗണ്ട്. അവൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവനോട് ഇങ്ങനത്തെ ചാറ്റ് ചെയ്തു അങ്ങനത്തെ രീതിയിൽ. അപ്പൊ ഇവനും അങ്ങോട്ട് പോയി മനസ്സൊന്നായിട്ട് തുറന്നു. ഇങ്ങനത്തെ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അവരൊന്ന് ജസ്റ്റ് പോയി തൊടാൻ കാത്തിക്കേക്കാരാവില്ല. യെസ്, ഇങ്ങനെ വീക്ക് പോയിന്റ് എന്തൊക്കെയാന്ന് അറിയുന്ന കുറെ ആൾക്കാരുണ്ട്, മനസ്സിലായോ? ആ വീക്ക് പോയിന്റിൽ പോയി മാത്രം അടിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ മനുഷ്യന്മാരെ. ആണുങ്ങൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം ഈ കാര്യത്തിൽ. നിങ്ങൾ ബിസിനസ്സുകാരാണെങ്കിലും എന്താണെങ്കിലും നല്ലൊരു ഭർത്താവാണെങ്കിലും ഒരു വീക്ക് പോയിന്റ് നമ്മളത് ഉണ്ടാവും. ആ വീക്ക് പോയിന്റിൽ വന്നുകൊണ്ട് തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബാധിക്കും. അപ്പോഴാണ് ആൾക്കാർ വഷളാവലും. ഒരാള് ലേസി ആണ് വിചാരിച്ചോ, ലേസി ആണെങ്കിലും അയാൾക്ക് പിന്നെ വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെന്നുണ്ടെങ്കിലും കൂടുതൽ ഉറങ്ങണ്ട അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും വേറെ രീതിയിൽ എഫക്ട് ചെയ്യില്ല. അയാളെ മാത്രം എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. നേരെ കുറച്ച് ലെസ്റ്റിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഫക്ട് ചെയ്യാൻ അങ്ങനെ ആവില്ല. അയാളെ മാന്യതനെ എഫക്ട് ചെയ്യും, പേഴ്സണാലിറ്റി. ഇതിന്റെ കൂടെ വേറൊരാളുണ്ടാവും, ഒരു ലേഡി ആവും. അപ്പൊ ഇതെല്ലാം നോക്കണം, മനസ്സിലായോ? ഡീപ്പായി ചിന്തിക്കുമ്പോ കുറെ കാര്യങ്ങളുണ്ട് ഇതിന്. പോഡ്കാസ്റ്റ് വളരെ ഇതിലേക്ക് പോകും. ഈ ഒരു ഇതിൽ പോകുമ്പോ വേറൊരു കഥയാകുമ്പോ
ഒരു കഥ ഉണ്ട് ഇതിനെ കുറിച്ച് സംസാരിക്കാം. ജപ്പാനില് തകാഷി മിയവാഗ എന്ന് പറഞ്ഞൊരു 39 വയസ്സുകാരൻ 2020 35 സ്ത്രീകളെ ഒരേ സമയം ഡേറ്റ് ചെയ്തു. ഓക്കെ, ഇതിനെ കുറിച്ച് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു കുറച്ച് മുമ്പ്. അങ്ങനെ ഇയാള് എല്ലാ സ്ത്രീകളോടും സീരിയസ് ആയിട്ടുള്ള റിലേഷനിലാണ് എനിക്ക് വേണ്ടത്, സീരിയസ് ആയിട്ടുള്ള റിലേഷനാണ് എനിക്ക് വേണ്ടത്, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. ഈ സ്ത്രീകളൊക്കെ ഓൾമോസ്റ്റ് 30s മിഡിൽ ഏജ് ആയ ആൾക്കാരാണ്. ഓക്കെ, 30s എല്ലാവരും. അപ്പോ സ്ത്രീകളൊക്കെ എന്ത് ചെയ്തു, ഓക്കെ ഇയാള് നല്ല സീരിയസ് ആണ്, ഇയാളൊരു സെയിൽസ് പേഴ്സൺ ആണ്, അപ്പൊ അയാൾക്ക് സംസാരിക്കാനുള്ള സ്കില്ല് കൂടുതലാണ്. ഓക്കെ, ആളുകളെ കൺവിൻസ് ചെയ്യാൻ ഇയാളെ യാത്രകൾ കൂടുതൽ ചെയ്യുമ്പോ മീറ്റ് ചെയ്യുന്ന സ്ത്രീകളെയാണ് കൂടുതലും ഇങ്ങനെ മീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വളച്ചെടുത്തത്. അപ്പൊ അങ്ങനെ അയാൾ എന്ത് ചെയ്തു, എല്ലാ സ്ത്രീകളെടുത്തും ഡിഫറെന്റ് ബർത്ത് ഡേറ്റ് പറഞ്ഞു. അയാളെ ബർത്ത്ഡേ ഡേറ്റ് ഡിഫറെന്റ് ഡേറ്റ്സ് പറഞ്ഞു. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നല്ല ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിട്ട്, എക്സ്പെൻസീവ് ആയ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിട്ട്. ചിലപ്പോൾ അയാൾ മീറ്റ് ചെയ്ത ഗേൾസ്, ഈ ലേഡീസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ളവരേക്കാരം, എന്താ വെച്ചാൽ ബിസിനസിന്റെ യാത്രയിലേക്കുള്ള ഇയാൾ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്ത് ഇയാൾക്ക് നല്ല ഗിഫ്റ്റ് കിട്ടി. 35 സ്ത്രീകളോട് 35 ഡിഫറെന്റ് ഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ചു, ഒരു മാസം 2-3 ഒക്കെ അയാൾക്ക് പറയാം. അത്രയും ഗിഫ്റ്റ്സ്, ഗുച്ചി ലൂയി വിട്ടനൊക്കെ ആണെങ്കിൽ ചിലപ്പം ബാഗൊക്കെ കിട്ടുന്നത്, അങ്ങനത്തെ ഗിഫ്റ്റ്സ്. അപ്പോ അങ്ങനെ ഇത് ഈ സ്ത്രീകൾ മനസ്സിലാക്കിയ ശേഷം ഇവരെന്ത് ചെയ്ത്, ഇവരെല്ലാരും ഒരു ഗ്രൂപ്പായിട്ട് ഒന്നിച്ചു ഇയാളെ അറിയാതെ അസോസിയേഷൻ പോലെ തുടങ്ങി. എന്നിട്ട് ഇയാൾക്കെതിരെ എന്താണ് കംപ്ലൈന്റ് ചെയ്തു, ഫ്രോഡിങ്ങിനോ അതല്ല വേർഡ്, അങ്ങനെയാണ് പുറത്ത് എത്തണ അല്ലേ. അങ്ങനെ ഇയാൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ട് ഇയാളെ പോലീസ് ബുക്ക് 2021 ഫെബ്രുവരിയിൽ. അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഈ കഥ പറയുമ്പോൾ ഞാൻ എവിടേക്ക് എത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ നാട്ടിൽ ഇതേപോലെ തെക്കാശിമാര് കുറെ ഉണ്ട് നമ്മളെ നാട്ടില്. നമ്മളെ നാട്ടിൽ തെക്കാശിമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം, മണിയാണ് അവരെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ, ഒരു പെണ്ണിലൂടെ നേടുന്നത് മണിയാണ് അയാളെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ, ഈ മാരേജ് കഴിഞ്ഞ് അബ്രോഡില് ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ഭർത്താക്കന്മാരുള്ള സ്ത്രീകളെയാണ് ഇവര് ഫോക്കസ് ചെയ്യുക. സിംഗിൾ ആയിട്ട് നാട്ടിൽ നിൽക്കുന്ന കഥകൾ ഇഷ്ടം പോലെ ഉണ്ട്. പണ്ടൊക്കെ നമ്മളിത് 2000-ലും 2005-ലൊക്കെ ഇറങ്ങിയിരുന്ന നെഞ്ചിലുകൾ നീയാണ് ഫാത്തിമ, ആ ടൈമിൽ ഇറങ്ങിയിരുന്ന ആൽബത്തിലൂടെ ഉള്ളത് കണ്ടിരുന്നേ. എന്ത് ഭർത്താവ് ഗൾഫ് പോകുമ്പോ ഇവിടെ, പക്ഷെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ കഥകൾ, അന്നും ഉണ്ട് അങ്ങനത്തെ കഥകള്. പക്ഷെ ഇവിടുത്തെ തക്കാശിമാര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നവരാ, കുറെ സ്ത്രീകളെ ഫോക്കസ് ചെയ്ത് കാണും. ഇവർക്ക് ഇതെന്താ അറിയോ, അതൊരു സംഭവമായിട്ടാ തോന്നുന്നത്. ഇതൊക്കെ കേൾക്കുന്ന കഥ പറയുന്ന പയ്യന്മാര്, ഇതിപ്പോ ഒരു ആണുങ്ങളെ സർക്കിളിൽ വെച്ചിട്ടാണ് ഈ കഥ പറയുന്നത് വിചാരിച്ചോ. ഒരാണ് ഇങ്ങനെ ഒരു പെണ്ണിന്റെ അടുത്ത് നിന്ന് പണം ബുക്കി നിൽക്കുള്ള, അതൊരു അവനൊരു പ്രിവിലേജ് ഉള്ള പോലെ, പ്രസ്റ്റീജ് ഉള്ള പോലെ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, അപ്പൊ എന്താ അടുത്തുള്ളവന് ഇതൊരു അല്ല. ഇതിനൊരു എക്സാമ്പിൾ മോഹൻലാലിന്റെ ഭയങ്കര പറഞ്ഞു, അതിന്റെ പേരും ഓർമ്മല്ല. അതിൽ മോഹൻലാൽ ഇങ്ങനെ വെള്ളടിച്ചിരിക്കുമ്പോ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്നുണ്ട്, തേൻ കുടിക്കുന്നു പരാഗണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ സിനിമയുടെ ക്ലൈമാക്സിൽ വെച്ചാൽ മോഹൻലാലിനെ തപ്പിയൊരു പയ്യൻ വരും. അപ്പൊ നാട്ടുകാരൊക്കെ പറയും, ഇവന് പണ്ട് അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു, മോഹൻലാൽ വെറുതെ കൈ നിന്നിട്ട് ഇറക്കിയതാണ് സിനിമയില്. എന്നിട്ട് ഇവന് വേണ്ട പരിപാടി ഉണ്ട്, അപ്പൊ ഇത് ഇവന്റെ കുട്ടിയെന്നെയാണെന്ന് പറഞ്ഞിട്ട് മോഹൻലാലിനെ ഇതാക്കണം. അതൊക്കെ അല്ലലാണ്. അത് അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ നിങ്ങൾ പറഞ്ഞപ്പോ. അതെ, അപ്പോ ആ ഒരു ടോപ്പിക് അങ്ങനെയാണ് നമ്മളെ പണത്തിന്റെ പേരില് തട്ടിയെടുക്കുന്നത്. അപ്പൊ അതേപോലെ നിങ്ങൾ റീസെന്റ് കണ്ടില്ലേ, കമന്റ്സ് കണ്ടിട്ട് ഒരു കുട്ടി, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു മരിച്ചത്, സൂയിസൈഡ് ചെയ്ത് മരിച്ചു. ചിലര് പറയുന്നുണ്ട് അതല്ല കാരണം, ചിലര് സൈബർ അറ്റാക്കോ, സൈബർ അറ്റാക്ക് ആണ് കാരണം, സൈബർ ബുള്ളിങ് ആണ് കാരണം എന്ന് പറയുന്നത്. എനിക്കറിയില്ല, പക്ഷെ ചില അക്കൗണ്ട്സിലൊക്കെ കമന്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെന്തോ ഒരു ബ്രേക്കപ്പ് സ്റ്റോറിയായി ബന്ധപ്പെട്ടിട്ടല്ലേ ആണ്. ചില കമന്റ്സിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അവര് അത്രമാത്രം എന്തോ വലിയ കുറ്റം ചെയ്ത പോലെ അല്ലേ, ഒരു ഭയങ്കര ഹേറ്റ്രഡ് ആണ് ആൾക്കാർക്ക്. ചില എന്താ പറയുക, ഇപ്പൊ നമുക്ക് തന്നെ എന്തൊക്കെ മാത്രമേ കമന്റ്സ് വരുന്നുണ്ട്. ചിലതൊക്കെ നമ്മളെ വിഷമിപ്പിക്കും. പക്ഷെ നമ്മൾ 4 പേരുണ്ട്, ആർക്കും എന്ത് വന്നാലും നമ്മളത് ഷെയർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ. നെവർ മൈൻഡ് ആണ്, യു ഡോണ്ട് കെയർ എന്നുള്ള മൈൻഡാണ്. പക്ഷെ ഇതൊരു നമുക്ക് ചില കാര്യങ്ങളൊക്കെ പേഴ്സണലി ഹേർട്ട് ചെയ്യും. പക്ഷെ എന്നാലും നമ്മളെ വീട്ടുകാരൊക്കെ വിളിക്കുമ്പോൾ, പക്ഷെ ഇതൊരു സിംഗിൾ ഇൻഡിവിജ്വൽ മൊത്തം മാനേജ് ചെയ്യുമ്പോൾ അവർക്ക് വീട്ടിലെ സപ്പോർട്ട് ഉണ്ടല്ലോ ചിലപ്പോൾ ഇത് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനത്തെ കമന്റ്സ് ഇങ്ങനെ വരുമ്പോഴും മെസ്സേജസ് വരുമ്പോഴും
ചില ആണുങ്ങൾക്ക് ഇങ്ങനത്തെ അക്കൗണ്ട് ഉണ്ടാകുമ്പോ തിരിച്ചൊന്നും പറയില്ല എന്നുള്ള ധൈര്യത്തില് മെസ്സേജസ് ഒക്കെ ചെയ്യും. എന്തൊക്കെ പറയുന്നുണ്ടാവും ഈ പിന്നെ ഇതിന്റെ അക്കൗണ്ട്സിനൊക്കെ. അപ്പൊ നിനക്കെന്ന് എത്ര മെസ്സേജ് വരുന്നുണ്ട്? ഇവിടെ പറയണേ ഞാൻ പറയാ മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ ഒരു പെൺകുട്ടി നീ ഒരു പെണ്ണാണെങ്കിൽ ഇത്രയും ലോക്കലെ എത്ര മെസ്സേജ് നീ ഒരു പെണ്ണാണെങ്കിൽ എനിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടാവും. ഇവന്റെ ഒരു ഇമോഷൻ ഇല്ലാത്ത മറ്റേ ഞാൻ വന്നു എടാ കുറച്ച് ഇതുണ്ട് ഇമോഷൻ ഉണ്ട് കുറച്ച് നിൽക്കല്ലേ. എല്ലാരോടും പറഞ്ഞോട്ടെ നമ്മളെ ഓഡിയൻസ് എന്റെ കല്യാണമാണ് എന്റെ മോളെ കല്യാണം ചെയ്യുന്നത്. നമ്മളവിടെ പറഞ്ഞു നിർത്തിയത് തെക്കാശിയുടെ കഥ അത്രേ ഉള്ളൂ. തെക്കാശിമാരെ കുറിച്ച് അതേപോലെ തെക്കാശിമാര് കുറെ ഉണ്ട് എന്ന് പറയാം. നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ലെസ്റ്റിനെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ജൂൺ മാസം പ്രൈഡ് മന്ത് ആണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പോൾ 1999 ഇത് പ്രൈഡ് മന്ത് ആക്കിയിട്ട് US ബിൽ ക്ലിൻ്റൺ ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു പ്രൈഡ് മന്ത് ആക്കിയിട്ട് ഒരു ആദ്യം ഒഫീഷ്യലി അനൗൺസ് ചെയ്യുക അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നത് ഇത് ജൂണിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ LGBTQ അതുപോലെ തന്നെ ക്യൂർ കമ്മ്യൂണിറ്റിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള പല എന്തൊക്കെ കൊലപാതകങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ആദ്യമേ ഇങ്ങനൊരു മന്ത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പല വർഷങ്ങളും ഇപ്പോൾ നമ്മളെ കണ്ടിട്ടുണ്ടാവും ഇവിടെയൊക്കെ ഒരുപാട് പരിപാടികൾ നടക്കാറുണ്ട് ഈ ജൂൺ മാസങ്ങളിൽ. അപ്പോൾ റീസെൻ്റ്ലി ലാസ്റ്റ് വീക്ക് ഒരുപാട് വേൾഡ് വൈഡ് എല്ലായിടത്തും പരിപാടികൾ നടന്നിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പല സ്ഥലത്തും കാണാൻ പറ്റും. ഞാൻ റീസെൻ്റ്ലി 2 ഇവൻറ്റ്സ് കാനഡ ടൊറൻറ്റോയിലും പിന്നെ കാലിഫോർണിയയിൽ സാൻ ഫ്രാൻസിസ്കോയിലും നടന്നിട്ടുള്ള ഇവൻറ്റുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കണ ഞാൻ കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കംപ്ലീറ്റ്ലി നെയ്ക്ഡ് ആയിട്ടുള്ള പബ്ലിക്കലി എന്താ വെച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആളുകൾ ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ കടന്നിട്ട് മറ്റൊരു മനുഷ്യൻ അയാളുടെ മേലെ പബ്ലിക്കലി മൂത്രം കുടിച്ചു എന്ന് വരെ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ശരിയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതുപോലെ തന്നെ പിന്നെ ഒരുപാട് സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാംസൊക്കെ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഒരു ഫാമിലി അല്ലെങ്കിൽ എല്ലാ ഏജിനും വരാൻ പറ്റിയ പരിപാടികൾ എന്നുള്ള രീതിയിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പല ആളുകളും മക്കളായിട്ടും ഒക്കെ വന്നിട്ട് ഈ പരിപാടികൾ എൻജോയ് ചെയ്യാൻ. ഞാൻ ഈ പല പരിപാടിൻ്റെ പോസ്റ്ററോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റൊക്കെ കയറി നോക്കി. അതിലൊരു പറയുന്നത് മാജിക് ഷോസ്, പിന്നെ പബ്ലിക്കലിയുള്ള ചെറിയ കുഞ്ഞ് ആർട്ട് വർക്ക്, ക്രാഫ്റ്റ്, അങ്ങനത്തെ പല പരിപാടികളും അതിലുണ്ട്. പക്ഷേ ഇത്തരം പരിപാടികളിലൊക്കെ ഇങ്ങനെ പബ്ലിക്കലി ഇത്തരം ആളുകൾ ഒരിക്കലും നമ്മൾ പറയില്ല ലജ്ജല്ലാതായി പോയ സമൂഹം എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം കണ്ടപ്പോൾ എനിക്കതൊന്ന് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. We are also getting there. Like നമ്മളെല്ലാം ടോളറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി. ഇപ്പോ ഇവര് മഹാരാജാസില് പബ്ലിക് ടോയ്ലറ്റ് തുറന്നത് അറിയില്ലേ? ഓക്കെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഓക്കെ പറയാം. പക്ഷെ നാളെ എനിക്കിത് വേറുള്ള ഒരു സ്ഥലത്ത് ഇത് വരും, എല്ലായിടത്തും വന്ന് വിചാരിച്ചു നാളെ ഒരു കുട്ടി ജനിക്കുമ്പോ ടോയ്ലറ്റിൽ പോകുമ്പോ പെൺകുട്ടി ആൺകുട്ടി എന്ത് കുട്ടി ആയിക്കോട്ടെ കുട്ടിക്കത് നെഗറ്റീവ് അവിടെ വേറൊരു അതെ അതിൽ ഇതേപോലെ ആളുകൾ പറയുന്നുണ്ട്. ഒരു റിപ്പോർട്ടർ പറയുന്നുണ്ട് വയസ്സായിട്ടുള്ള ആളുകളൊക്കെ ഓരോ പെനിസ് കുഞ്ഞു മക്കൾക്ക് നേരൊക്കെ ചൂണ്ടി കാണിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളുമാണ് ഈ ഇതിൽ അന്ന് നടന്നിട്ടുള്ളത്. അന്ന് എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച, ഇന്നിപ്പോൾ ജൂലൈ 2 അപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട്. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരും അതൊരു കേസാക്കാനുള്ള വകുപ്പ് ഒരുക്കില്ല. അതിനെതിരെയുള്ള ഒരു എന്തെങ്കിലും നമ്മൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു ഹെയ്റ്റ് ക്രൈം ആയി. അവിടെയാണ് പ്രശ്നമാക്കുന്നത്. ഇപ്പൊ 1-2 ആൾക്കാർ അങ്ങനെ ചെയ്തു വെച്ചിട്ട് നമ്മൾ മൊത്തം ജനറലൈസ് ചെയ്ത് പറഞ്ഞതിൽ കാര്യമില്ല. പക്ഷെ അതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അതൊരു ഹെയ്റ്റ് ക്രൈം ആയിട്ട് മാറി. പിന്നെ നമുക്ക് അതെ അങ്ങനത്തെ ഒരു ടാഗ് വരും. പോലീസുകാർക്കും അതിനെതിരെ കേസ് എടുക്കാറില്ല. ഇതിപ്പോ എന്താ പറയാ, പല ആൾക്കാരും ഇതിപ്പോ
LGBTQ അല്ലെ അവരും ജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിലപ്പോൾ അറിയാതെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഞാൻ പറയണമെന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കണത്, എന്തൊക്കെയാണ് നടക്കണം എന്നൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനും അപ്ഡേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാനും നോക്കാനൊക്കെ ശ്രമിക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലായിടത്തും പരിപാടിക്ക് നടന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക്കലി ഈ 2 ഇവൻറ്റ്സിൽ നടന്നത് ഞാൻ വായിച്ചൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് തക്ക് പറഞ്ഞത്. ഏതായാലും ഫ്യൂച്ചർ ഇൻട്രസ്റ്റിംഗ് ആവാൻ പോകും. ഇൻട്രസ്റ്റിംഗ് പറഞ്ഞാൽ ഏത് വഴിയിൽ നല്ല രീതിയിലും ആകാത്ത വഴിയിലും നമുക്ക് കാണാം. അതെ. പിന്നെ വേറെ എന്തെങ്കിലും പാരിസ കൺസ്പിറസീസും കാര്യങ്ങളും നിങ്ങളത് കഴിഞ്ഞോ? അല്ല, വേറൊരു സംഭവം ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഹെഡ് ട്രാൻസ്പ്ലാന്റ് നടത്താനുള്ളൊരു പ്രൊജക്റ്റായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് വന്നിട്ടുണ്ട്. ബ്രെയിൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ സ്റ്റാർട്ടപ്പ് കണ്ടോ? അതായത് ഒരു ഡോണർ ഉണ്ടാവും, കംപ്ലീറ്റ്ലി ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ഒരു ഡോണർ. ഓക്കെ, അയാൾക്ക് ശരീരം കൊണ്ടിഞ്ഞ കാര്യമില്ലല്ലോ, ബ്രെയിൻ ഡെഡ് ആണ്. അപ്പോൾ വേറൊരാൾക്ക് ഇപ്പം എന്തെങ്കിലും തലച്ചോറ് എല്ലാം ഓക്കെയാണ്, പക്ഷെ ബോഡി കൊണ്ട് ഇപ്പം എന്തെങ്കിലും പാരലൈസ്ഡ് ആയിരിക്കും, ടെർമിനൽ ക്യാൻസർ അങ്ങനത്തെ എന്തെങ്കിലും രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുപോലത്തെ ഒരാൾക്കാർക്ക് അവരുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. എന്ന് ഒരു 8 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇത് നടത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് നമുക്കറിയില്ല. ആ വയസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായി എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിക്കുക, നിങ്ങളെ തലെടുത്തിട്ട് വേറെ നല്ലൊരു ബോഡി നല്ല രീതിക്ക് ഫങ്ഷൻ ചെയ്യുന്ന ഒരാളുടെ ബോഡിയിൽ വെക്കുക. അപ്പൊ നിങ്ങളെ ബോഡി ഇപ്പൊ നിങ്ങൾക്ക് വേറൊരു ബോഡി കിട്ടും. അവര് അധികം അതാ പറഞ്ഞത്, അവര് ഈ റോബോട്ട്സ് വെച്ചിട്ടാണ്, ഫുൾ കംപ്ലീറ്റ്ലി AI വെച്ചിട്ടാണ്, അത്രക്കും പ്രിസിഷൻ കൂടിയിട്ടുള്ള റോബോട്ട്സ് വെച്ചിട്ടാണ് അവർ ഈ സർജറി ചെയ്യാൻ പോണെന്നാണ് അവര് അവകാശപ്പെടുന്നത്. പക്ഷെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ നട്ടിലും കണക്ട് ചെയ്യണം, നെർവ്സ് കണക്ട് ചെയ്യണം, ബ്ലഡ് വെസൽസ് കണക്ട് ചെയ്യണം, അതെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രെയിൻ അല്ലേ? അതെ. അല്ല അതൊക്കെ എന്ന് വെച്ചാൽ അത്രയും അഡ്വാൻസ്ഡ് ഇഷ്ടമുള്ള ശരീരം ചൂസ് ചെയ്തിട്ട് എടുക്കാന്നില്ലാന്ന് പറഞ്ഞു. അപ്പുറത്തെ ഡോണർ ബ്രെയിൻ ഡെഡ് ആളായിരിക്കണം, അല്ല വെറുതെ ഏതെങ്കിലും, അതായത് ബോഡി ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആള്. ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ റീസെന്റ് ഫൈസൽ ഷെയർ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, മറ്റേ ഒരു സ്മൈലിംഗ് ഫേസ് റോബോട്ടിക്. അതില് അവര് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ ജപ്പാനിലുള്ള സയന്റിസ്റ്റാണ് അവര് ഒരു പ്രൊഫസർ കണ്ടുപിടിച്ചതാണ്, അവരുടെ ഒരു സ്കൂൾ സെറ്റപ്പ് യൂണിവേഴ്സിറ്റി സെറ്റപ്പിൽ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അവരെന്താ ചെയ്തേക്കെന്ന് വെച്ചാൽ ലാബ് ഗ്രോൺ ആയിട്ടുള്ള ബോഡി സെൽസ് വെച്ചിട്ട് ഒരു റോബോട്ടിക് ഫേസ് ക്രിയേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അവരിത് ജനറേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോബോട്ട്സ് ചൈന മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, ചൈന പോലത്തെ കൺട്രീസ് മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പല കമ്പനീസിനും വിറ്റ് കഴിഞ്ഞാലും അവിടെ എന്തെങ്കിലും ഈ റോബോട്ട്സിൻ്റെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇത് മെയിൻ്റെനൻസ് നല്ല മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അവർ ഈ ലാബ് ഗ്രോൺ ആയിട്ടുള്ള സ്കിന്ന് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ എന്തെങ്കിലും മുറിയായാൽ ഓട്ടോമാറ്റിക് അത് ഹീലാവും. അപ്പോൾ ഓട്ടോ ഹീലാവുന്ന സ്കിന്ന് റോബോട്ട്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പ്രശ്നം അവിടെ ഇല്ല. അപ്പോൾ അങ്ങനത്തെ സ്കിന്ന് ജനറേറ്റ്, അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസാണ് അവർ ജനറേറ്റ് ചെയ്ത ഫേസ് എന്ന് പറയുന്നത്, അതായത് സ്മൈലിംഗ് ഫേസ്. ഇതിലല്ല. അപ്പോൾ അവർ ഈ റോബോട്ടിൻ്റെ ഫേസിൽ ചെറിയ വി ഷേപ്പിലുള്ള ഹുക്സൊക്കെ ഹോൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഈ ലാബ് ഗ്രോൺ ആയിട്ടുള്ള സെൽസ് വെച്ചിട്ട് ഈ റിയൽ ഫേസ് പോലെ ഇത് ആക്ട് ചെയ്യും. ഈ റോബോട്ട് സ്മൈൽ ചെയ്യുമ്പോൾ റിയൽ ഇമോഷൻസ് വരും. അപ്പോൾ ഇപ്പോൾ നമുക്ക് റോബോട്ട്സിനെ കാണുമ്പോൾ ഒരു മെക്കാനിക്കൽ ഫീൽ ഉണ്ടല്ലോ, ആ ഫീല് പോയി കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള റോബോട്ട്സിനെ ഇതുവഴി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് അവർ ജനറേറ്റ് ചെയ്തത്. ഇതിൻ്റെ ഇനീഷ്യൽ ഫേസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, അത് സക്സസ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഫുൾ ബോഡി ഇതുപോലെ ലാബ് ഇതുപോലത്തെ ലിവിങ് സെൽസ് വെച്ച് ഉണ്ടാക്കി കഴിയുമ്പോൾ ഓട്ടോ ഹീൽ ആവുന്ന റോബോട്ട്സ് വരും സ്കിന്ന്. അതെ അതെ. അതാണ് ഇനിയിപ്പോൾ ഫ്യൂച്ചർ എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഇവർ ഈ പ്രൊജക്റ്റിനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് തലച്ചോറിന് നമ്മളെ ബോഡിനെക്കാട്ടിലും എത്രയോ കൂടുതൽ കാലം ജീവിക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയണത്. ഓക്കെ, അതായത് ഇപ്പോൾ വളരെ സമ്പന്നനായിട്ടുള്ള ഒരാൾ ഒരുപാട് അറിവൊക്കെ നേടിക്കഴിഞ്ഞ് നല്ലൊരു പ്രായം എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആൾക്കാർ ലൈഫ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക? തലച്ചോറ് എടുക്കുക, അതേ കോഗ്നിറ്റീവ് അബിലിറ്റീസും ആളുടെ ഓർമ്മയും നോളജും എല്ലാം കൂടിയും വേറൊരു ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അയാളുടെ ജീവിതം കണ്ടിന്യൂ ചെയ്യുക. ഒരു മരണമില്ലാത്തൊരു ജീവിതം. എന്നാണ് പറയുന്നത്. ഇത് പോസിബിൾ ആണെന്ന് ഞാൻ പറയണില്ല, ഇത് വളരെ ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയി തോന്നുന്നത്. അല്ല പക്ഷേ ഈ ബ്രെയിൻ ബ്രിഡ്ജ് എന്തുകൊണ്ട് അതിന്റെ സ്റ്റാർട്ടപ്പിന്റെ പേര്, അത് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. അവരുടെ സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രെയിൻ ഡെഡ് ആവുന്നവരെ അപ്പോൾ ആൾക്കാർക്ക് ജീവിച്ചു പോവാം. ലൈക്ക് എനിക്ക് എന്റെ ശരീരം ബ്രെയിൻ ഒഴികെ എല്ലാം കിടന്ന് വിചാരിച്ചോ ഫേസിന്റെ താഴോട്ട്. അതെ,
നിങ്ങള് അടുത്ത ശരീരം എന്നിട്ട് ആ ശരീരം പ്രായമാകുമ്പോ അടുത്ത ശരീരത്തേക്ക് മാറും. ഇതാണ് ഞാനും പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞ റോബോട്ടിക് ഫേസ് ഉണ്ടല്ലോ, അവര് പറയുന്നത് ഈ സ്കിന്നിന് ഫുൾ റോബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്യൂച്ചർ ജനറേഷൻസിലാണ് പറയുന്നത്. അതായത് ടച്ച് സെൻസ് ചെയ്യാൻ പറ്റും, അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ആ രീതിയിലുള്ളതാണ് ഇവർ എയിം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ടച്ച് ഫീൽ ചെയ്യുന്ന എന്തോ നമ്മൾ നെർവ് സിസ്റ്റം ഇത് നമ്മൾ ബ്രെയിനിൽ കണക്ട് ചെയ്ത് ആ ന്യൂറോ സിസ്റ്റം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ അത്രയും സെൻസിറ്റീവ് ആയിട്ട് ന്യൂറോ സിസ്റ്റം അവർക്ക് ഡെവലപ്പ് ചെയ്യണം ബോഡി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ റിയൽ ഒരാൾ വേണമെന്നില്ല. ഇപ്പം എൻ്റെ ബ്രെയിൻ എടുത്തിട്ട് ഇതുപോലെ ഈ സെൻസിറ്റിവിറ്റിയും ഈ ന്യൂറോ സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ള ഒരു റോബോട്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലോട്ട് ഇത് മാറും എന്നുള്ളതാണ്. ഈ ഹെഡ് ട്രാൻസ്പ്ലാന്റ് സത്യം പറഞ്ഞാൽ 1970 ഒരു ഡോക്ടർ അറ്റംപ്റ്റ് ചെയ്തിന് ഒരു കുരങ്ങന്റെ മേത്ത്, എന്നിട്ട് ഫെയിലായി. അതായത് കുറച്ച് ദിവസമായിട്ട് ആ കുരങ്ങൻ ജീവിച്ചു, വേറൊരു ബോഡി നമുക്ക് വെച്ച്. പക്ഷെ ഒരു ചെറിയ രീതിക്കുള്ള മോട്ടോർ ഫംഗ്ഷന് ആ കുരങ്ങൻ ഉണ്ടായിരുന്നു, പക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചുപോയി. ഈ എമ്മ സ്റ്റോണിന് ഓസ്കാർ കിട്ടിയ 1970s റോബർട്ട് വൈറ്റ് ആണ് ആ ഡോക്ടറിന്റെ പേര്. 2000s മുന്നെയാണ്. അത് മാനുവലി ചെയ്ത കാര്യമാണ്. ഇത് അത്രയും ഹൈ പ്രിസിഷൻ റോബോട്ട്സ് വെച്ചിട്ട് അൽഗോരിതംസും കാര്യങ്ങൾ ഡിപ്ലോയ് ചെയ്ത് അത്രക്കും അഡ്വാൻസ്ഡ് മോഡൽ ആക്കിയിട്ടാണ് ഇവരിത് ചെയ്യാനുള്ള പ്ലാൻ. അല്ല, അതൊരു വേറൊരു മങ്കിന്റെ ബ്രെയിൻ സെക്കൻഡ് മങ്കിക്ക് വെച്ച് അങ്ങനെ. അതെ, ബോഡി ബ്രെയിൻ അല്ല, തല ഫുള്ള് ഇവിടുന്ന് കിട്ട് മുറിക്കും. അപ്പൊ ഏജ്ഡ് ആയ ആൾക്കാർക്ക് എങ്ങനെയാണോ പിന്നെയും വേറെ ബോഡി ആവാൻ പറ്റുക? അപ്പൊ അയാൾ ഇതാവില്ലല്ലോ, മറ്റേ എന്താ പറയാ, അതാ പറഞ്ഞ തലച്ചോറിന് ഏജ് ആവണില്ല എന്നാ ഇവര് പറയണേ. തലച്ചോറിന് ഏജ് ആവണില്ല, ബോഡിക്കാണ് ഏജ് ആവണെന്നുള്ളതാണ്. അല്ല, ഇതിപ്പോ നാളെ തന്നെ കേരളത്തിൽ തന്നെ ഒരു പയ്യന്റെ കൈ നമ്മള് സംസാരിച്ചിട്ടുണ്ട് ഓൾറെഡി. കൈ മുറിച്ച് രണ്ട് കൈയും വേറൊരു പയ്യന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. പെർഫെക്ഷനിസം കുറച്ച് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ വെച്ചാൽ കൈയൊക്കെ ട്രാൻസ്പ്ലാന്റ് മാറ്റി വെച്ച പരിപാടികളൊക്കെ ആണെങ്കിൽ അതിന്റെ ആ ജോയിനിങ് ഉള്ള ഏരിയാസിൽ നമുക്ക് അതിന്റെ ഒരു ഇംപെർഫെക്ഷൻസ് കാണാൻ പറ്റും. ആ രീതിക്ക് പക്ഷെ ഇതെന്താ പറയാ, ഇതിന്റെ ഏജും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോറിൻ ബോഡി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ അറ്റാക്ക് ചെയ്ത് തുടങ്ങും. ഐ മീൻ ചില കേസസിൽ ഇപ്പൊ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ അറ്റാക്ക് ചെയ്യും, റെയർ കേസസിൽ. ഇതിപ്പോ ഇതേപോലത്തെ എക്സാമ്പിൾ അല്ലേ മറ്റേ എമ്മ സ്റ്റോണിന് ഓസ്കാർ കിട്ടില്ല, എന്താ പൂർ തിങ്സ് ആണോ മൂവിന്റെ പേര്? അതിൽ ഇതേപോലെയാണല്ലോ, എമ്മ സ്റ്റോണിനെ ഒരു ബ്രെയിനാണ് തോന്നുന്നു മാറ്റി വെക്കും. അപ്പോൾ വലിയൊരു സ്ത്രീ എന്ന് വെച്ചാൽ ഒരു ഗ്രോണപ്പ് ആയിട്ടുള്ള ഒരു ഗേൾ, പക്ഷെ കുട്ടിൻ്റെ പോലത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു കുട്ടി എന്താണോ ചെയ്യുന്നത് അതേപോലെ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആ ഒരു ലെവൽ ഓഫ് കാര്യങ്ങൾ. പിന്നെ ആ മൂവിയിൽ ഇങ്ങനെ കാണേണ്ട ഒരു മൂവിയാണ്. ആ മൂവിയിൽ അവസാനം ആകുമ്പോഴത്തേക്ക് എമ്മ സ്റ്റോൺ മനസ്സിലാവും. എന്താ മൂവിയുടെ പേര്? പൂർ തിങ്സ്. ഈ കിഡ്നി പന്നിയുടെ കിഡ്നി വെച്ചിട്ട് ഇപ്പോഴത്തെ നോക്കിയല്ലോ, രണ്ടാളും കുറച്ചു കാലം ജീവിച്ചു മരിച്ചു. എല്ലാം സക്സസ്ഫുൾ ആണെന്ന് പറയും, 1 മാസം 2 മാസം കഴിയും മരിക്കും. അങ്ങനെ ഇപ്പൊ ഈ മുംബൈയിലാണെന്ന് തോന്നുന്നു, ഹിന്ദിയിലാണ് എന്തായാലും, കൈ മാറ്റി വെച്ചൊരു സ്ത്രീയുടെ നല്ല ബ്ലാക്ക് കളറായിരുന്നു കേട്ടോ. മാറ്റി വെച്ചപ്പോ കൈ കംപ്ലീറ്റ്ലി മുറിഞ്ഞു പോയ കൈ വേറെ കൈ വെച്ചിട്ട് ബ്ലാക്ക് കളറായിരുന്നു. പിന്നെ ഇങ്ങനെ ഇവർക്ക് കുറച്ച് വർഷം കഴിഞ്ഞപ്പോ ഇവരെ കൈ ബോഡിയുടെ അതേ കളറായി മാറിന്നോ. ഓ, അങ്ങനെ ഒരു സ്കിന്നിന്റെ കളറൊക്കെ അതേപോലെ റോബോട്ട്സിനെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മൾ നേരത്തെ ആമസോണിൽ ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല. ആമസോണിൽ ഒരു എംപ്ലോയീസിനെ മാറ്റിയത് ഈ ബോസ്റ്റൺ ഡൈനാമിക്സിൻ്റെ റോബോട്ട്സിനെ എങ്ങനെയാണ് ആ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത്. ബോസ്റ്റൺ ഡൈനാമിക്സ് എന്ന് വെച്ചാൽ ഈ കമ്പനീൻ്റെ റോബോട്ട്സിനെ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അവരുടെ റോബോട്ട്സാണ് ഇതിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് ആ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ എന്താ വെച്ചാൽ ബോസ്റ്റൺ ഡൈനാമിക്സിൻ്റെ റോബോട്ട്സാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ആദ്യം എങ്ങനെ ഏതൊരു പ്രവൃത്തിയാണോ ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ ഇങ്ങനെ റെപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള റോബോട്ട്സാണത്. എന്ന് വെച്ചാൽ ഈ വെള്ളം കൊണ്ട് എടുത്തു വെക്കുന്നതാണ് ആർക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക, പിന്നെ എങ്ങനെ എടുത്തു വെച്ചുകൊണ്ടേയിരിക്കും. ബോസ്റ്റൺ ഡൈനാമിക്സ് എത്രയോ കാലം ഇവോൾവ് ചെയ്യുന്ന കാരണം റോബോട്ട്സും ഓരോ സ്റ്റേജില്. ഇപ്പൊ ടെസ്ലയുടെ റോബോട്ട് ഉണ്ടല്ലോ, അതിന്റെ നെക്സ്റ്റ് അപ്ഡേറ്റിൽ ഇപ്പൊ ലാസ്റ്റ് 2 അപ്ഡേറ്റ് അയാൾ ചെയ്തിരുന്നു, പക്ഷെ അതിലൊന്നും വലിയൊരു മെച്ചം കണ്ടില്ല. എന്താണ് വരാൻ പോകുന്നത് ഫ്യൂച്ചറിൽ ന്യൂറലിങ്ക് ഒക്കെ വെച്ചിട്ടായിരിക്കും റോബോട്ട്സിനെ കൺട്രോൾ ചെയ്യണത്. അല്ല എന്നുവെച്ചാൽ ഡാറ്റൻ്റെ അവൈലബിലിറ്റി ഒരിക്കലും ഒരു സ്കേഴ്സ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ടെസ്ലൻ്റെ കാറുകൾ ഒക്കെ ഒരു ഡാറ്റ കളക്ഷൻ സാധനങ്ങളാണ്, ഒരുപാടുണ്ട്. അപ്പോൾ ഡാറ്റ ഒരിക്കലും അയാൾക്ക് ഒരു കുറവായിട്ട് ഫീൽ ചെയ്യാൻ തോന്നില്ല. എല്ലാം ഉണ്ട് ഡാറ്റയുടെ കാര്യത്തിന്. ന്യൂറോലിങ്ക് മനുഷ്യന്മാരുടെ ബ്രെയിനിൽ നിന്ന് വരെ ഡാറ്റ, അതെ സിഗ്നൽസ്, ഹ്യൂമൻ ഇമോഷൻസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ
നേരത്തെ പറഞ്ഞ മാതിരി ഫ്യൂച്ചർ കണ്ടറിയണം കോശി. അല്ല, ഈ ഏലിയൻസിനെ പറ്റിയിട്ടുള്ള വേറെ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഏലിയൻസിനെ പറ്റി വേറെ ഒരു കോൺസ്പിറസി തിയറി ഉണ്ട്. അതായത് ഇപ്പോൾ ഈ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഏലിയൻസ് ആണ്. ഓക്കെ, ശരിക്കും ഏലിയൻസ് നമ്മളെ ഓലൊരു ഏജൻസ് ആണ്. അത് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഫാമിങ് നടത്തുകയാണ് ഏജൻസി നമ്മളെ വെച്ചിട്ട് ഏലിയൻസ്. അതായത് നമ്മൾ ഈ AI കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമല്ലോ, അവർക്ക് വേണ്ടത് ടെക്നോളജിയാണ്. അതായത് AI ടെക്നോളജിയാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ മനുഷ്യന്മാരെ ഉപയോഗിച്ചിട്ട് മനുഷ്യന്മാർ ഇവോൾവ് ആയി അന്ന് ഈ സാധനം AI ടെക്നോളജിയും കാര്യങ്ങളും ഉണ്ടാക്കും. എന്നിട്ട് അത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ മനുഷ്യന്മാരെ വെച്ചിട്ട് ഫാം ചെയ്തെടുക്കുകയാണ് ഏലിയൻസിന്റെ ഒരു തിയറി ഉണ്ട്. പ്യുവർ കൺസ്പിറൻസി ആണ്, പ്യുവർ അതങ്ങനെ ചിന്തിക്കാൻ മലയാളത്തിൽ നല്ല രസമുള്ള മൂവി വന്നിട്ടുണ്ട്, മറ്റേ ഗണേഷ് കുമാറൊക്കെ ഉള്ള. ഇവള് നല്ല രസമുണ്ട് ആ സിനിമ. മറ്റേത് എന്താണ് അതിന്റെ പേര്, ഒരുമാതിരി പേരുമാണ്. തമിഴിലൊരു പടം വന്നില്ല, ഏലിയനോ മലയാളത്തിൽ പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഏലിയൻ മൂവി ഉണ്ട്. അതിന്റെ കോപ്പീസ് ആണ് ഒരുവിധം ഈ മൂവീസ് ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഈ മലയാളത്തിൽ വന്ന് നല്ലൊരു ശ്രമമാണ് അവര് നടത്തിയത്. ലൈക്ക് വേറെ പ്ലാനറ്റ്, അവര് പ്ലാനറ്റൊക്കെ ഡിസ്ട്രോയ് ആയി വന്നിട്ട് ഇവരെ ഇതിൽ വരികയാണ് ഇങ്ങോട്ട്, ഷിപ്പിൽ വന്നിട്ട്. മുല്ലപ്പെരിയാറൊക്കെ പൊട്ടിയിട്ടുണ്ടോ ഇവിടെ സിനിമയില് നടക്കുന്ന കഥ കേട്ടോ. അതാണ് ഇൻട്രസ്റ്റിംഗ്. നടക്കുന്ന കഥ. അത്ര അഡ്വാൻസ്ഡ് ആയിട്ടൊരു പടം വന്നോ? അങ്ങനത്തെ ഒരു പടമാണ് ഇത്. അപ്പൊ ഏലിയന്റെ ഇതുണ്ടല്ലോ, മറ്റേ അവഞ്ചേഴ്സിലൊക്കെ നിൽക്കുന്ന പോലെയാണ് സ്പേസ്ഷിപ്പ് ആകാശത്ത് ഇങ്ങനെ മനസ്സിലായോ? അനാർക്കലി മരക്കാരാണ് ഏലിയൻ. റിലീസായ അത് സസ്പെൻസ് ആണോ? അനാർക്കലി മരക്കാരാണ്. അത് നല്ലൊരു വേറെ വെറൈറ്റി ഒരു സംഭവമാണ്. അപ്പൊ വേറൊന്നുമില്ലല്ലോ. വേറെ ആ പടത്തിൽ നോക്ക് അനാർക്കലി മരക്കാരന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് അനാർക്കലി മരക്കാരന്റെ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ടുണ്ട്. അനാർക്കലി മരക്കാരന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്ക്. പിന്നെ വേറെ കാര്യങ്ങള് സ്പോട്ടിഫൈയിൽ ലിസൺ ചെയ്യുന്നവരൊക്കെ നിങ്ങൾ പോളും ഇതൊന്നും ഗംഗചാരിയാണോ അതിന്റെ പേര്? ഗംഗചാരി. അപ്പൊ എല്ലാരും കമന്റ്സ് നിങ്ങളെ രേഖപ്പെടുത്തുക. ഓക്കെ, പിന്നെ ഇതിനെ കുറെ ആൾക്കാര് ഗ്രാസ് പറഞ്ഞിട്ട് അതിനെ മെസ്സേജ് അയച്ചിരുന്നു. കുറെ ആൾക്കാരുടെ ഞാൻ പറഞ്ഞു ചെയ്താൽ മതി എന്നുള്ള. പിന്നെ വേറൊരു കാര്യം ചോദിക്കാണ്ട്, നമ്മൾ പറഞ്ഞില്ലെന്നോ നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗസ്റ്റുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഓഡിയൻസിന് പറ്റുമല്ലേന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയാം. കാരണം നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരുപാട് നല്ല ഗസ്റ്റുകളുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ആയതുകൊണ്ട് മുമ്പ് നമ്മൾ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു നിങ്ങൾ ഇംഗ്ലീഷ് വേണ്ട മലയാളം തന്നെ മതി. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാം. പൊതുവെ നമുക്ക് നാളെ അനീസിനെ കൊണ്ടുവന്നതിന്, അതുപോലെ അതെ അവനാണെങ്കിൽ നല്ല അറിവുള്ള ആളാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അബ്രോഡിൽ നിന്നും നിങ്ങളെ മറ്റേ ക്ലയന്റ് ഉണ്ട്, കാർലോസ് റേസ്, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ പോളണ്ടിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ മലയാളം വലിയ ഒരു ഹൈ ലെവൽ ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോ ബിനുചേട്ടന്റെ പോലെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഉള്ള ആൾക്കാരില്ല. ബിനുചേട്ടനെ ഒന്നും കൂടി കൊണ്ടുപോകും. ബിനുചേട്ടൻ പറഞ്ഞ ചെകുത്താനെ പറ്റിയൊരു സംഭവം ഉണ്ട് മോനെ, അങ്ങോട്ട് വിളിച്ചത് കണ്ടിനി ചെകുത്താന്റെ എന്തൊക്കെയുണ്ട്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് തന്നെ കാര്യം. എടാ മോനെന്ന് പറഞ്ഞു. സാത്താൻ സേവയാണോ എന്താ അറിയില്ല, എന്തൊക്കെ മൽദോവിൽ പോയപ്പോ എന്തൊക്കെ സംഭവങ്ങളുണ്ട് പറയാണ്ട്. പിന്നെ അപ്പോ നിങ്ങളെല്ലാരും കമന്റ് ചെയ്യാ ഈ പാരിസ് പറഞ്ഞ പോലെ ഇതിന്റെ കാര്യം ഇംഗ്ലീഷിലുള്ള. പിന്നെ ഞങ്ങള് വീഡിയോ ചെയ്യുമ്പോ കുറെ ആൾക്കാർ വീഡിയോ സ്പോട്ടിഫൈയിൽ അപ്ലോഡ് ചെയ്തപ്പോ കുറെ ആൾക്കാർ പറഞ്ഞത് വീഡിയോ ഡാറ്റ കുറവായതുകൊണ്ടാ. ഡാറ്റ 1.5 GB ആണുള്ളത്. അത് ഇവിടെ വീഡിയോ വേണ്ടവർ യൂട്യൂബിൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞൊരു പോയിന്റ് ആണ്. നിങ്ങൾ അത് കമന്റ് ചെയ്യും. പിന്നെ വേറെ എന്താണ് വേറെ ഒന്നുമില്ല. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോ എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാ. കല്യാണം പറയാം, August 3-നാണ്. ബാക്കി പറയില്ല, അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.